സർ വളരെ നല്ല രീതിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഞാൻ സിംഗപ്പൂരിൽ നിന്ന് ജോയിൻ ചെയ്യുകയാണ്. ഇവിടെ ഫിസിക്സ് ടീച്ചറാണ്. വളരെ നല്ല രീതിയിൽ തന്നെ ഓടി നടന്ന് പ്രവർത്തിച്ച ഒരു ടീച്ചറായിരുന്നു. പിന്നെ ഡെലിവറിക്ക് ശേഷം വീട്ടിലിരിക്കുന്നത് കൊണ്ട് ആൻസൈറ്റി ഡിപ്രഷൻ എന്നുള്ളത് എന്നെയും ബാധിച്ച്. അതേപോലെ ടെസ്റ്റ് നടത്തിയപ്പോൾ റുമറ്റോയ്ഡ് ആർത്രൈറ്റീസ് ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ടെസ്റ്റിനകത്തില്ല. ബട്ട് എന്നാലും ആ സിംറ്റംസ് ആയിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. ചപ്പാത്തിയുടെ മാവ് പോലും നമുക്ക് കുഴയ്ക്കാൻ സാധിക്കുന്നതല്ല. കുഴയ്ക്കുമ്പോൾ ഈ ഒരു നക്കിൾസിന്, ഈ ഒരു എല്ലിനെല്ലാം ഭയങ്കര വേദനയായിരുന്നു. അതേപോലെ കാല് ചവിട്ടി തറയിൽ നിൽക്കാൻ പറ്റത്തില്ല. ഉപ്പൂറ്റിക്ക് ഭയങ്കര വേദനയായിരുന്നു. രാവിലെ യാത്ര തുടർന്നാൽ പിന്നെ എങ്ങോട്ടും പോകാൻ പറ്റത്തില്ല. എവിടെയെങ്കിലും പോയാൽ പല്ല് കടിച്ച് പിടിച്ച് വേണം യാത്ര ചെയ്യേണ്ടത്. അങ്ങനെ പല്ലിന്റെ ഒരു ഭാഗം പോലും പൊടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ 5 കൊല്ലം ഞാൻ ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് എനിക്ക് സുഖമാവാതിരുന്നതാണ്. ഞാൻ വെസ്റ്റീജിൽ വന്ന് എനിക്ക് വെസ്റ്റീജിലെ സപ്ലിമെന്റ് ഉപയോഗിച്ച്, അതായത് കാൽഷ്യം, ഗ്ലൂക്കോസാമിൻ, നോനി, പ്രോട്ടീൻ, ദെൻ ക്രിൽ ഫിഷ് ഓയിൽ, ഇതെല്ലാം എടുത്ത് ഫോളിക് അയൺ, ഇതെല്ലാം എടുത്തതിൽ നിന്ന് എനിക്ക് നല്ലൊരു റിസൾട്ടാണ് കിട്ടിയത്. ആ ഒരു റിസൾട്ട് കിട്ടി ഒരു മാസം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഒരു കസ്റ്റമർ എനിക്ക് ഇങ്ങോട്ട് കിട്ടിയത്. അത് ആരുമല്ല, എൻ്റെ ഒരു കൊളീഗാണ്. 13 വർഷമായിട്ട് സംസാരിക്കാതിരുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ കൂടെ കൊല്ലത്ത് സ്കൂളിൽ വർക്ക് ചെയ്തിരുന്ന ഒരു സാറാണ്. അപ്പൊ ഒരു ദിവസം എനിക്ക് ഇങ്ങനെ മെസ്സേജ് അയച്ചു, ഹലോ സജിനി മാഡം എന്തുണ്ട് വിശേഷം എന്നും ചോദിച്ച് എനിക്ക് മെസ്സേജ് അയച്ചു. ഞാൻ പറഞ്ഞു, നന്നായിരിക്കുന്നു സാറേ, സാറ് സുഖമായിട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇല്ല ഇല്ല സജിനി മാഡം, ഞാൻ ജോലിയൊക്കെ വിട്ട് എനിക്ക് നിന്ന് വരയ്ക്കാൻ പറ്റത്തില്ല, എനിക്ക് വരയ്ക്കാൻ കഴിയുന്നില്ല, എനിക്ക് നിൽക്കാൻ വയ്യ, സ്കൂളുകാർ എൻ്റെ അടുത്ത് പോകാൻ പറഞ്ഞു, ആരും എന്നെ തിരിഞ്ഞു നോക്കുന്ന പോലും ഇല്ലെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് പ്രശ്നമെന്ന് വെച്ചപ്പോഴാണ് സാറ് പറഞ്ഞത്, ഇങ്ങനെ ജോയിന്റ് ഇഷ്യൂ ആണ്, അതുകൊണ്ടാണ് എനിക്ക് നിന്ന് വരയ്ക്കാൻ വയ്യ, കാല് ഭയങ്കര വേദന, കാല് ഇതേപോലെ തന്നെ കാല് തറയെ കുത്താൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, എൻ്റെ കയ്യിലൊരു വണ്ടർഫുൾ പ്രോഡക്റ്റ് ഉണ്ട്, ഞാൻ ഇതേപോലെ ഒരുപാട് ആയുർവേദ ട്രീറ്റ്മെന്റ് ഒക്കെ നടത്തിയിട്ട് സുഖമാവാതിരുന്നതാണ്. പക്ഷെ ഈ ഒരു പ്രോഡക്റ്റ് എടുത്തതിൽ എനിക്ക് നല്ല വ്യത്യാസമുണ്ട്, സാർ ഒന്ന് ഉപയോഗിച്ച് നോക്കെന്ന് പറഞ്ഞു. ഒന്ന് 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 ട്രൈ ചെയ്യുമെന്ന് പറഞ്ഞാണ് ഞാൻ പ്രോഡക്റ്റ് വരുത്തിച്ച് കൊടുത്തത്. അങ്ങനെ പ്രോഡക്റ്റ് ഉപയോഗിച്ച് 1 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, സജിനി മിസ്സേ, എനിക്ക് നല്ല മാറ്റമുണ്ട്, എനിക്ക് നിൽക്കാം, വരയ്ക്കാം. ആദ്യം അദ്ദേഹം ഒരു ഫോട്ടോ മാത്രമാണ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത് സെയിലിന് വേണ്ടി. പക്ഷെ നമ്മുടെ സപ്ലിമെന്റ് കഴിച്ചതിന് ശേഷം അദ്ദേഹത്തിന് നല്ല എനർജി വന്നു. കൂടാതെ പൈൽസും ഒക്കെ ഉണ്ടായിരുന്നു, ഫൈബറും കോംബയോട്ടിക്സും ഒക്കെ കൊടുത്തു. അതിനുശേഷം അദ്ദേഹത്തിന് നല്ല ഹെൽത്തിൽ നല്ല മാറ്റം വന്ന് ഒരുപാട് പടങ്ങൾ അദ്ദേഹം വരച്ചു. ട്രിവാൻഡ്രത്ത് ആ ഒരു സെയിൽ അദ്ദേഹം നടത്തി പെയിന്റിങ്ങിന്റെ. അപ്പൊ നമ്മുടെ ശരീരത്തിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളതെന്ന് പറയുന്നത് ഒമേഗ 3 ഫാറ്റി ആസിഡ് ആണ്. ജോയിന്റ് ഇഷ്യൂസ് ഉള്ളവർക്ക് നമുക്ക് വേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം ഒമേഗ 3 ഫാറ്റി ആസിഡ് ആണ്. അത് നമ്മുടെ ശരീരത്ത് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നതല്ല. അപ്പൊ ഈ ഒമേഗ 3 ഫാറ്റി ആസിഡ് 2 രീതിയിലാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഒന്ന് മറൈൻ ബേസ്ഡും ഒന്ന് പ്ലാൻ ബേസ്ഡും ആണ്. അപ്പൊ പ്ലാൻ ബേസ്ഡിനകത്ത് അടങ്ങിയിരിക്കുന്ന ഒമേഗ 3 ഫാറ്റി ആസിഡ് എന്ന് പറയുന്ന ആൽഫ ലിനോലെനിക് ആസിഡ് ആണ്. അതിൽ നിന്നാണ് അത് ഫ്ലാക്സീഡിൽ നിന്നാണ് കിട്ടുന്നത്. അത് വെജിറ്റേറിയൻസിന് ഉള്ള ഓപ്ഷനാണ്. മറൈൻ ബേസ് എന്ന് പറയുന്നത് നമ്മുടെ വണ്ടർഫുൾ പ്രോഡക്റ്റ് ആയിട്ടുള്ളത് വെസ്റ്റീജിന്റെ ക്രിൽ ഫിഷ് ഓയിലാണ്. അപ്പൊ വെസ്റ്റീജിന്റെ ക്രിൽ ഫിഷ് ഓയിലിന്റെ സോഴ്സ് എന്ന് പറയുന്നത് അന്റാർട്ടിക്കിലെ റെഡ് ഷ്രിമ്പിൽ നിന്നാണ് ഇത് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്. അതും വളരെ മൾട്ടിപ്പിൾ സ്റ്റേജ് പ്രോസസ്സ് വഴിയാണ് ഈ ഓയിൽ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്. ഇതിന്റെ ക്വാളിറ്റി അതേപോലെ സുപ്പീരിയർ ക്വാളിറ്റി അതേപോലെ നിലനിർത്തിയാണ് ഇത് എക്സ്ട്രാക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇതിനകത്ത് 2 ടൈപ്പ് ഫാറ്റി ആസിഡ് ആണ് ഉള്ളത്. ഒമേഗ 3 ഫാറ്റി ആസിഡ് എന്ന് പറയുന്ന 2 ടൈപ്പ് ആണ് ഉള്ളത്. EPA, ഇക്കോസ പെന്റോനോയിക് ആസിഡും DHA എന്ന് പറയുന്ന ഒമേഗ 3 ഫാറ്റി ആസിഡ് ആണ് ഉള്ളത്. ഡിക്കോസ ഹെക്സനോയിക് ആസിഡ് എന്നാണ് പറയുന്നത്. അപ്പൊ അതിന്റെ ആ സ്ട്രക്ചറിൽ തന്നെ അതൊരു 6 ഷേപ്പിലാണ് ഇത് വരുന്നത്. സാധാരണ ഉള്ള ഒരു ഫിഷ് ഓയിൽ നമ്മൾ എടുക്കുവാണെങ്കിൽ അതിനകത്ത് ട്രൈഗ്ലിസറൈഡ് അടങ്ങിയ ഒമേഗ 3 ഫാറ്റി ആസിഡ് ആണ്. അപ്പൊ ഈ ട്രൈഗ്ലിസറൈഡ് അടങ്ങിയ ഒമേഗ 3 ഫാറ്റി ആസിഡ് എടുക്കുവാണെങ്കിൽ നമ്മളെ ശരീരത്തും ട്രൈഗ്ലിസറൈഡിന്റെ അളവ് കൂടുതലാണെങ്കിൽ ഇറ്റ് വിൽ ഇൻക്രീസ് ദ റിസ്ക് ഓഫ് ഹാർട്ട് അറ്റാക്ക് ഓർ സ്ട്രോക്ക്. അതേപക്ഷെ നമ്മളെ വെസ്റ്റീജ് ക്രിൽ ഫിഷ് ഓയിലിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ഘടകം എന്ന് പറയുന്നത് ഫോസ്ഫോലിപ്പിഡ് ഫോമിലുള്ള EPA ആണ് ഉള്ളത്. അപ്പൊ ഈ ഫോസ്ഫോലിപ്പിഡ് ഫോം എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് നമ്മുടെ ശരീരത്തേക്ക് അബ്സോർബ് ചെയ്യുന്നതാണ്. അപ്പൊ ഇത് ഒരു സെല്ലാണെങ്കിൽ ഇതാണ് നമ്മുടെ സെല്ല്. അപ്പൊ ഏതൊക്കെ ഓർഗനൽസിനാണ് നമുക്ക് ഒമേഗ 3 ഫാറ്റി ആസിഡ്, ആ റെഡ് കളറിലുള്ളതാണ് ഒമേഗ 3 ഫാറ്റി ആസിഡ്. അപ്പൊ ഇത് ആ സ്ഥലത്തേക്ക് വളരെ പെട്ടെന്ന് തന്നെ അബ്സോർബ് ചെയ്യുന്നത്. ഒരു കാന്തം എങ്ങനെയാണ് പെട്ടെന്ന് അബ്സോർബ് ചെയ്യുന്നത്, അതേപോലെയാണ് ഈ സ്ഥലത്തേക്ക് ഈ ഒമേഗ 3 ഫാറ്റ് ഫോസ്ഫോലിപ്പിഡ് ഫോം
ആൻഡ് സ്ട്രോക്ക്. അതാണ് വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം ക്രിൽ ഫിഷിന്റെ കാര്യത്തിൽ നമ്മൾ എടുക്കും. ഇനി ഫോസ്ഫോലിപ്പിഡിന്റെ മറ്റ് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തുള്ള കോശങ്ങൾ, അതായത് ആ ഒരു പ്രോപ്പർ സെൽ മെമ്പറൈനെ വളരെ രീതിയിൽ തന്നെ സ്ട്രക്ചറൈസ് ചെയ്യാനും ഫങ്ഷൻ ചെയ്യാനും കഴിയുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ സെല്ലിലുള്ള ഏറ്റവും പവർ ഹൗസ് ഓഫ് ദ സെൽ എന്ന് പറയുന്ന മൈറ്റോകോൺട്രിയ ആണ്. ആ മൈറ്റോകോൺട്രിയയുടെ പ്രോപ്പർ ഫങ്ഷനിങ്ങിന് തന്നെ ഈ ഫോസ്ഫോലിപ്പിഡ് അടങ്ങിയ ഒമേഗ 3 ഫാറ്റി ആസിഡ് വളരെ ആവശ്യമാണ്. അതുപോലെ തന്നെ ബ്രെയിനിന്റെ സ്ട്രക്ചറിനും ഫങ്ഷനിങ് ഒക്കെ ഈ ഒമേഗ 3 ഫാറ്റി ആസിഡ് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ക്രിൽ ഫിഷ് ഓയിലിന്റെ EPA അടങ്ങിയ DHA അടങ്ങിയ ഒമേഗ 3 ഫാറ്റി ആസിഡ് നമ്മൾ കൺസ്യൂം ചെയ്യുവാണെങ്കിൽ നമ്മുടെ ബ്രെയിന്, ഹാർട്ട്, ലിവർ, മസിൽസ് എന്നിവ നമുക്ക് വളരെ ഹെൽത്തി ആയിട്ട് വെക്കാൻ കഴിയുന്നതാണ്. ഇനി ഫോസ്ഫോലിപ്പിഡിന് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണ് നമ്മളെ അഫക്റ്റ് ചെയ്യുന്നത്. അതായത് അതെറോസ്ക്ലിറോസിസ്, ലൂപ്പസ്, പിന്നെ റൊമറ്റോയ്ഡ് ആർത്രൈറ്റീസ്, പിന്നെ തൈറോയിഡ് ഇഷ്യൂസ്, ഇങ്ങനെയുള്ള ഡിസീസ് ഒക്കെയാണ് വരുന്നത്. അതുകൊണ്ട് എല്ലാവരും വെസ്റ്റീജിന്റെ ക്രിൽ ഫിഷ് ഓയിൽ കൺസ്യൂം ചെയ്യാൻ ശ്രമിക്കണം. വളരെ 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 നല്ലൊരു പ്രോഡക്റ്റ് ആണ്. മറ്റൊരു അതിനകത്തുള്ള ഫാക്ടർ എന്ന് പറയുന്നത്, ഇപ്പൊ നിങ്ങൾക്ക് കാണാം ഈ ഒരു സപ്ലിമെന്റിനകത്തുള്ളത് കാണാൻ പറ്റുമോ എന്നൂടാ. കണ്ട ഈ ഒരു ഓയില്, ഈ ഓയിലിന്റെ കളർ തന്നെ കണ്ടോ? ഈ ഓയിലിന്റെ കളർ എന്ന് പറയുന്നത് വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു ആന്റി ഓക്സിഡന്റ് ആണ് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത്. ഇതിന്റെ റെഡ് പിഗ്മെന്റ് ആയിട്ടുള്ള ആന്റി ഓക്സിഡന്റ് ആണ് വിച്ച് ഇസ് കോൾഡ് അസ്റ്റാക്സാന്തിൻ. അസ്റ്റാക്സാന്തിൻ എന്ന് പറയുന്ന വളരെ വളരെ മനോഹരമായിട്ടുള്ള ഒരു ആന്റി ഓക്സിഡന്റ് ആണ്. അത് നമ്മൾ ഈ ഏജ് ആയിട്ട് വരുമ്പോൾ നമ്മുടെ ഈ നെറ്റിയിൽ ഉണ്ടാവുന്ന ആ ഒരു റിങ്കിൾസിനെ ഇത് ഇല്ലാതാക്കും. അതുപോലെ സ്കിൻ എന്ന് പറയുന്ന വളരെ യങ് ആയിട്ട് ഹെൽത്തി ആക്കി വെക്കും. ജോയിന്റ് പെയിൻ വെച്ച് ഉണ്ടാവുന്ന നമ്മുടെ ശരീരത്തുള്ള ഇൻഫ്ലമേഷനെ കുറയ്ക്കും. കണ്ണിന് ചുറ്റുമുള്ള ഇൻഫ്ലമേഷനെ കുറയ്ക്കും. അതുപോലെ തന്നെ നമ്മൾ മൊബൈൽ ഒത്തിരി നേരം നോക്കുവാണെങ്കിൽ കണ്ണിനകത്തുള്ള ആ ഒരു പ്രഷറിന് ഇത് കുറയ്ക്കുന്നതാണ്. കൂടാതെ തന്നെ നമ്മുടെ ടിയർ ഗ്ലാൻഡിന് സ്റ്റെബിലിറ്റിയും സ്ട്രെങ്തും കൊടുക്കും. പിന്നെ ചിലർക്കൊക്കെ, എനിക്കുള്ള ഒരു കാര്യമാണ്, ഉറക്കം എണീക്കുമ്പോൾ ഇങ്ങനെ കണ്ണിൽ മണ്ണ് വാരിയിട്ട ഒരു ഫീലിംഗ് വരും. അത് ഈ ഡ്രൈ ഐസ് കൊണ്ട് ഉണ്ടാവുന്നതാണ്. അപ്പൊ ആ ഒരു ഗ്രിറ്റി ഐസിനെ കുറച്ചുകൊണ്ട് കണ്ണിന് ലൂബ്രിക്കേഷൻ കൊടുക്കുന്നതാണ്. അപ്പൊ ഇത്രയും ഒരു വണ്ടർഫുൾ പ്രോഡക്റ്റ് ആണ് ക്രിൽ ഫിഷ് ഓയിൽ. എല്ലാവരും അത് വാങ്ങിക്കാൻ ശ്രമിക്കുക. രണ്ടാമത്തത് CMD ആണ്, കോൺസെൻട്രേറ്റഡ് മിനറൽ ഡ്രോപ്സ്. അപ്പോൾ ഉത്തായിലെ ഗ്രേറ്റ് സോൾട്ട് ലേക്കിൽ നിന്നാണ് നമ്മൾ ഈ കോൺസെൻട്രേറ്റഡ് മിനറൽ ഡ്രോപ്സ് എക്സ്ട്രാക്ട് ചെയ്തിരിക്കുന്ന. മനുഷ്യ ശരീരത്തിലെ 84 മിനറൽസ് അടങ്ങിയിരിക്കുന്നതാണ് കോൺസെൻട്രേറ്റഡ് മിനറൽ ഡ്രോപ്സ്. അപ്പോൾ ഇതെന്ന് പറയുന്ന കൺസ്യൂം ചെയ്യുന്ന വഴി നമ്മുടെ ബോഡിയിൽ അസിഡിക് നേച്ചറിനെ ആൽക്കലൈൻ നേച്ചറാക്കി മാറ്റുവാണ്. അപ്പം നമ്മുടെ ബോഡി അസിഡിക് നേച്ചർ ആണെങ്കിൽ നമുക്ക് പ്രോപ്പർ ഡൈജഷൻ ഉണ്ടാവത്തില്ല. അപ്പൊ ഈ ഒരു ടോക്സിൻസ് അവിടെ ഇവിടെ അടങ്ങിക്കൂടിയിട്ട് അതാണ് ആമവാദമായിട്ട് മാറുന്നത്. അതേ പക്ഷെ നമ്മൾ ഈ കോൺസെൻട്രേറ്റഡ് മിനറൽ ഡ്രോപ്സ് എടുക്കുന്ന വഴി നമ്മളെ ബോഡി ആൽക്കലൈൻ ആവുകയാണെങ്കിൽ നമ്മുടെ ഗട്ടിൽ ഒരു നല്ലൊരു ബാക്ടീരിയ പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഇൻക്രീസ് ചെയ്തിട്ട് അത് പ്രോപ്പർ ഡൈജഷന് വഴിയാക്കും. അതുവഴി നമുക്ക് പ്രോപ്പർ ഗട്ട് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ നമ്മുടെ മെറ്റാബോളിക് ആക്ടിവിറ്റീസ് തന്നെ ഇൻക്രീസ് ചെയ്യും. അതായത് നമ്മൾ എപ്പോഴും ഫുഡ് കഴിക്കുന്നോ അപ്പം തന്നെ അത് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ്. പിന്നെ രണ്ടാമത്തെ ഒരു മെയിൻ ഫാക്ടർ ഈ ഒരു കോൺസെൻട്രേറ്റഡ് മിനറൽ ഡ്രോപ്സിലുള്ളതെന്ന് പറയുന്നത് മഗ്നീഷ്യമാണ്. മഗ്നീഷ്യം എന്ന് പറയുന്ന മസിൽ ക്രാമ്പിനെ റെഡ്യൂസ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിനിൽ സർട്ടൻ സം ഹോർമോൺസ് ഉണ്ട്. അത് ഒന്നെന്ന് പറയുന്ന ഹാപ്പി ഹോർമോൺസ്, ഡോപ്പമിൻ ആണ്. അത് നമ്മൾ വല്ല മ്യൂസിക് ഒക്കെ കേട്ടാണ് അതിനെ കുറച്ചുകൂടി സ്ട്രെങ്തൻ ചെയ്ത് കൊണ്ടുവരേണ്ടത്. രണ്ടാമത്തത് സെറട്ടോണിൻ, അത് നേച്ചർ ലവിങ് ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് വഴിയാണ് നമുക്കത് കിട്ടുന്നത്. സർട്ടൻ ഫുഡിൽ നിന്നും ഉണ്ട്. പിന്നെ തേർഡ് എന്ന് പറയുന്ന ഓക്സിറ്റോക്സിൻ, അത് ലവ് ഹോർമോൺ എന്ന് പറയും. നമ്മുടെ റിലേഷൻഷിപ്പ് ഒക്കെ സേഫ് ആക്കി വെക്കുന്ന ഒരു ഹോർമോൺ ആണ്. അതേപോലെ ഒരു ഹോർമോണാണ് കോർട്ടിസോൾ ഹോർമോൺ എന്ന് പറയുന്നത്. അപ്പൊ ഈ CMD എടുക്കുമ്പോൾ മഗ്നീഷ്യത്തിന്റെ, അതായത് കോർട്ടിസോളിന്റെ ലെവൽ ഇൻക്രീസ് ചെയ്യുന്ന പേഴ്സണിൽ സ്ട്രെസ് ലെവൽ കൂടുതലായിരിക്കും. അപ്പൊ നിങ്ങൾ മഗ്നീഷ്യം കൺസ്യൂം ചെയ്യുവാണെങ്കിൽ നമ്മുടെ ശരീരത്തുള്ള കോർട്ടിസോൾ ലെവൽ കുറയ്ക്കുകയും അതുവഴി നമുക്ക് സ്ട്രെസ് കുറയാൻ സാധിക്കുന്നതാണ്. ഇനി എങ്ങനെയാണ് ഇത് കൺസ്യൂം ചെയ്യേണ്ടതെന്ന് പറയുന്നത്, 1 ലിറ്റർ വെള്ളത്തിൽ 7 ഡ്രോപ്സ് ആണ് ആഡ് ചെയ്യേണ്ടത്. അങ്ങനെ ഡെയിലി 3 ലിറ്റർ വെള്ളമാണ് നമ്മൾ ഡെയിലി കൺസ്യൂം ചെയ്യേണ്ടത്. CMD അതായത് 21 ഡ്രോപ്സ് ആണ് കൺസ്യൂം ചെയ്യേണ്ടത്. ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, കോൺസെൻട്രേറ്റഡ് മിനറൽ ഡ്രോപ്സ് സ്റ്റീൽ ഗ്ലാസ്സിലോ കോപ്പർ വെസലോ ഉപയോഗിക്കാൻ പറ്റുന്നതല്ല. യൂസ് ചെയ്യരുത്. രണ്ടാമത് ഏതൊരു പേഴ്സന്റെ ഇൻസൈഡ് ഏതെങ്കിലും റോഡോ സ്റ്റീൽ റോഡോ അങ്ങനെയുള്ളവർക്ക് CMD കൊടുക്കരുത്. അവർക്ക് സ്കിൻ അലർജിക് പ്രോബ്ലം ഉണ്ടാകുന്നതാണ്. അത് പ്രത്യേകം ചോദിച്ചിട്ട് വേണം
അവർക്ക് ഈ ഒരു CMD കൊടുക്കേണ്ടത്. ഇനി മൂന്നാമത്തെ എന്ന് പറയുന്നത് കാൽഷ്യം ആണ്. ഞാനിവിടെ പറയാൻ പോകുന്നത് മൂന്നാമത്തെ കാൽഷ്യം ആണ്. കാൽഷ്യത്തിന്റെ എക്സ്പീരിയൻസ് എൻ്റെ വീട്ടിൽ തന്നെയുള്ള എൻ്റെ മദർ രാവിലെ നടക്കാൻ പോകുമ്പോൾ മറിഞ്ഞടിച്ചിട്ട് വീഴും. അങ്ങനെ ഒരു മറിഞ്ഞു വീഴുമ്പോൾ ഈ കൈ ഫ്രാക്ചർ ആവും. അപ്പൊ അങ്ങനെ ഒരു 6 പ്രാവശ്യം കൈ ഓപ്പറേഷൻ, ഒന്നെങ്കിൽ വലത് അല്ലെങ്കിൽ ഇടത്, അങ്ങനെ മാറി മാറിയാണ് കയ്യിൽ ഫ്രാക്ചർ വന്നത്. അതേ പക്ഷെ നമ്മളെ വെസ്റ്റീജിന്റെ കാൽഷ്യം ഗ്ലൂക്കോസമിനും കൊടുത്തതിന് ശേഷം ഈ ഇടയ്ക്ക് തന്നെ ഒരു 2-3 വട്ടം വീണിട്ടുണ്ട്. പക്ഷേ യാതൊരുവിധ പ്രോബ്ലം ഇല്ല, ദൈവം കാത്തു രക്ഷിച്ച്. അതേപോലെ വെസ്റ്റീജിന്റെ ആ ഒരു കാൽഷ്യം ഗ്ലൂക്കോസമിന് എടുത്തത് കൊണ്ടാണ് വിശ്വാസം ഇല്ലാത്ത ആൾക്ക് അതൊരു വിശ്വാസം വന്ന അവിടെ. അതാണ് ഒരു എക്സ്പീരിയൻസ്. ഇനി കാൽഷ്യം നമ്മൾ സിന്തസൈസ് ചെയ്യുന്ന, വെസ്റ്റീജിന്റെ കാൽഷ്യം സിന്തസൈസ് ചെയ്യുന്ന നാച്ചുറൽ സിന്തസിസ്, അതായത് കാൽഷ്യം കാർബണേറ്റ് ആണ് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത് വെസ്റ്റീജിന്റെ കാൽഷ്യത്തിൽ. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നതെന്ന് പറയുന്നത് വൈറ്റമിൻ D3 ആണ്. വൈറ്റമിൻ D3, അതായത് വൈറ്റമിൻ D ആൻഡ് വൈറ്റമിൻ D2 കമ്പൈൻ ചെയ്ത് ഒരു വൈറ്റമിൻ D3 ആണ് ഏത് കാൽഷ്യത്തിൽ അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ അതിന് വൈറ്റമിൻ ഡിയും കാട്ടി കൂടുതൽ ഇഫക്റ്റീവ് ആണ് ഈ വൈറ്റമിൻ D3ക്ക്. പിന്നെ നമ്മൾ എളുപ്പമുള്ള യൂസിനാണ്, പെട്ടെന്ന് തന്നെ ബ്ലഡ് സ്ട്രീമിൽ എത്തുന്നതിനാണ് നമ്മൾ വൈറ്റമിൻ D സബ്ലിങ്കൽ സ്പ്രേ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ കാൽഷ്യത്തിൽ അടങ്ങിയിരിക്കുന്നത് കാൽഷ്യം കാർബണേറ്റ് ആൻഡ് വൈറ്റമിൻ D3. ഇത് എല്ലിനും പല്ലിനും നല്ല ബലം നൽകുന്ന, സ്ട്രോങ് ആക്കി വെക്കും, നല്ല ബലം നൽകുന്നു. അതേപോലെ തന്നെ ഈ പൊടിയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാൽഷ്യം ഉണ്ടെങ്കിൽ ഈ പല്ലിന്റെ എനാമലിന് കൊറോഷൻ സംഭവിക്കുന്നതല്ല. അപ്പൊ അത്രയും നല്ലൊരു വണ്ടർഫുൾ പ്രോഡക്റ്റ് ആണ് നമ്മുടെ കാൽഷ്യം. അതിൽ ഒരു പ്രധാനപ്പെട്ട ഘടകം കൂടെ അടങ്ങിയിരിക്കുന്നത് L-ലൈസീൻ ആണ്. L-ലൈസീൻ എന്ന് പറയുന്ന ഒരു അമിനോ ആസിഡ്, അത് മസിൽസ്, ഇപ്പൊ ഏതെങ്കിലും ഒരു വൂണ്ട് ഉണ്ടാവുകയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ഹീൽ ചെയ്യും. അതേപോലെ മസിൽ റിപ്പയർ, കണക്റ്റീവ് ടിഷ്യൂ റിപ്പയർ, അതേപോലെ തന്നെ കൊളാജൻ ഫോർമേഷൻ, ഇതിനെല്ലാം ഈ L-ലൈസീൻ സഹായിക്കുന്നതാണ്. L-ലൈസീന് നാച്ചുറലായിട്ട് L-ലൈസീൻ ആ ബോണിൽ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ, അതായത് കാൽഷ്യം അത്രയ്ക്കും രീതി കുറയുന്നവർക്കായിരിക്കും L-ലൈസീന്റെ അഭാവം ഉണ്ടാകുന്നത്. അങ്ങനെയുള്ളവർക്ക് ഷൈസോപ്രീനിയ എന്ന് പറയുന്ന ഒരു മെന്റൽ ഡിസോർഡർ തന്നെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇനി കൺസെപ്ഷൻ എന്ന് പറയുന്നത് വെറും വയറ്റിൽ നമ്മൾ എംപ്റ്റി സ്റ്റൊമക്കിൽ നമ്മൾ കാൽഷ്യം ഉപയോഗിക്കാൻ പാടില്ല, അത് ഗ്യാസ്ട്രിക് പ്രോബ്ലം ഉണ്ടാകും. അതുകൊണ്ട് കാൽഷ്യം എടുക്കേണ്ടതെന്ന് പറയുന്നത് ആഫ്റ്റർ ഫുഡാണ്. അത് AM 1, രാവിലെ 1, വൈകിട്ട് 1. പിന്നെ ഡോസ് കൂടുതൽ അത് ഓരോരുത്തരുടെ ഹെൽത്ത് ഇഷ്യൂ അനുസരിച്ച് വേണം അത് കൈകാര്യം ചെയ്യാൻ. ഓക്കെ. ഇനി കാൽഷ്യം അയൺ എന്ന് പറയുന്നത് ഒരുമിച്ച് ഒരിക്കലും എടുക്കാൻ പാടില്ല, ആ കാൽഷ്യത്തിന്റെ അബ്സോർപ്ഷൻ അവിടെ കുറയുന്നതാണ്. അപ്പൊ ഇത്രയാണ് കാൽഷ്യത്തിനെ കുറിച്ച് ഉള്ളത്. ഇനി അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ ഗ്ലൂക്കോസാമിൻ ആണ്. അപ്പൊ ഗ്ലൂക്കോസാമിൻ നമ്മുടെ വെസ്റ്റീജ് ഗ്ലൂക്കോസാമിൻ എന്ന് പറയുന്നത് നാച്ചുറൽ സിന്തസിസ് വഴിയാണ് എടുത്തിരിക്കുന്നത്. അത് സീഷെല്ലിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. ഞണ്ടിന്റെ തോടിൽ നിന്നാണ് ഈ ഗ്ലൂക്കോസാമിൻ എക്സ്ട്രാക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഗ്ലൂക്കോസാമിൻ എന്ന് പറയുന്നത് നമുക്ക് എല്ല് തേയ്മാനം ഉള്ള മനുഷ്യർക്ക് ആർക്കാണോ അവർക്ക് ഗ്ലൂക്കോസാമിൻ നമുക്ക് കൊടുക്കാവുന്നതാണ്. അതുവഴി ന്യൂ കാർട്ടിലേജിനെ ബിൽഡ് ചെയ്യും. അതേപോലെ തന്നെ ഇതിനകത്ത് സിനോവിയൽ ഫ്ലൂയിഡിന്റെ പ്രൊഡക്ഷന് സഹായിക്കുന്നതാണ്. സിനോവിയൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് എല്ല് തമ്മിൽ ഇങ്ങനെ റബ്ബ് ചെയ്യുന്നതിന്, ഇപ്പൊ ഇങ്ങനെ റബ്ബ് ചെയ്യുവാണെങ്കിൽ ആ ഒരു ഫ്രിക്ഷൻ അവിടെ റെഡ്യൂസ് ചെയ്യുന്നതാണ് സിനോവിയൽ ഫ്ലൂയിഡിന്റെ ആക്ഷൻ കൊണ്ട്. അതുവഴി നമുക്ക് വേദനയൊന്നും അനുഭവപ്പെടത്തില്ല. പിന്നെ സിനോവിയൽ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓടുമ്പോഴും ചാടുമ്പോഴും ഒക്കെ പിന്നെ ഒരു കുഷൻ പോലാണ് ഈ സിനോവിയൽ ഫ്ലൂയിഡ് നമ്മളെ ജോയിന്റ്സിൽ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഗ്ലൂക്കോസാമിന് നമ്മൾ ബിഫോർ ഫുഡാണ് കൺസ്യൂം ചെയ്യേണ്ടത്. അടുത്തെന്ന് പറയുന്നത് നമ്മുടെ പിന്നെ വൈറ്റമിൻ B12 ആണ്. അപ്പൊ വൈറ്റമിൻ B12 നമുക്കറിയാം, അത് നെർവിനും ബ്ലഡ് സെൽസിനും എല്ലാം ആവശ്യമായിട്ടുള്ളതാണ്. നമുക്ക് സബ്ലിങ്കൽ സ്പ്രേ ആണുള്ളത്. സൈനോകോബിലമിൻ എന്നാണ് ഇതിന് പറയുന്നത്. സബ്ലിങ്കൽ സ്പ്രേ നമ്മുടെ നാക്കിന് അടിയിലുള്ള ആ ഒരു സലൈവറി ഗ്ലാൻഡിലോട്ട് വേണം സ്പ്രേ ചെയ്ത് കൊടുക്കാൻ. അത് 5 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ബ്ലഡ് സ്ട്രീമിൽ ആ ഒരു ഇത് എത്തുന്നതാണ് വൈറ്റമിൻ B12. അപ്പൊ വൈറ്റമിൻ B12ന്റെ അത് കാലിൽ ഉണ്ടാവുന്ന നംബ്നെസ് ആൻഡ് ടിംഗ്ലിംഗ് ഇഫക്റ്റ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടി വൈറ്റമിൻ B12 യൂസ് ചെയ്യാം. എൻ്റെ ഹസ്ബൻഡിന് ഇതേപോലെ നംബ്നെസ്സും ടിംഗ്ലിങ്ങും വന്നായിരുന്നു. അപ്പോൾ ഞാൻ വൈറ്റമിൻ B12 സ്പ്രേ യൂസ് ചെയ്ത് ദിവസം ഒരു സ്പ്രേ ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അത് അങ്ങനെ കൊടുത്ത് വളരെ മാറ്റമാണ്. വേറൊരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, എൻ്റെ ഒരു ആ കസ്റ്റമറിന്റെ വായിൽ നിന്ന്, ഗമ്മിൽ നിന്നും ശരിക്കും ബ്ലഡ് വരും. ബ്ലഡ് വന്നു കഴിഞ്ഞാൽ ഡോക്ടറെ അടുത്ത് കൊണ്ടുവരുമ്പം പുള്ളിയുടെ ഗട്ടിനകത്ത് ആ ബ്ലഡ് ലീക്കേജ് ഉണ്ട്.
അപ്പൊ അവര് ബൈൻഡ് ചെയ്ത് ആളിനെ വിടും. 6 മാസം കഴിയുമ്പോൾ വീണ്ടും ഈ ഒരു ഇഫക്റ്റ് ആണ് ഉണ്ടാകുന്നത്. വീണ്ടും അപ്പൊ ഒരു ട്രിപ്പ് തന്നെ ICUയിൽ കിടക്കുമ്പോൾ 75,000 രൂപ വരെ ആവും നമ്മുടെ കൊല്ലത്ത് ഹോസ്പിറ്റലിൽ. അപ്പൊ വീണ്ടും വന്ന് അവസാനം 3-4 ട്രിപ്പ് എങ്ങാണ്ടായപ്പോൾ അവർ പറഞ്ഞു ഇത് പിന്നെ ലൈഫിൽ വളരെ റിസ്ക് ആണ്, ഇനി ഇത് ഇങ്ങനെ സംഭവിച്ചാൽ അതുകൊണ്ട് വളരെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ പ്രോഡക്റ്റിനോട് അത്ര വിശ്വാസമില്ലാത്തൊരു വ്യക്തിയാണ്. അപ്പം ഞാൻ ആ വൈഫിന്റെ കയ്യിൽ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. വൈറ്റമിൻ സി ആണ് കുറയുന്നതെങ്കിൽ നമ്മുടെ ഗമ്മിൽ നിന്ന് ബ്ലഡ് വരും, പക്ഷെ ഗട്ട് ലീക്കേജ് വന്നു, പിന്നെ കാലിനുള്ള ബാലൻസ് കുറവാണ്. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് വൈറ്റമിൻ B12 കുറവാണ്. അപ്പൊ ഞാൻ വൈറ്റമിൻ ഡി, വൈറ്റമിൻ സി, വൈറ്റമിൻ B12 ഈ 3 സ്പ്രേ ഏൽപ്പിച്ചിട്ട് വൈഫിന്റെ അടുത്ത് പറഞ്ഞു ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു. പക്ഷെ ഇപ്പൊ വളരെ നല്ല മാറ്റം എന്ന് പറയാൻ സത്യസന്ധമായിട്ട് പറയുകയാണ്, ഇതുവരയ്ക്കും ഹോസ്പിറ്റലിൽ കയറിയിട്ടില്ല, നല്ല രീതിയിൽ പോകുന്നുണ്ട്. അങ്ങനെ ഇതൊക്കെയാണ് എൻ്റെ എക്സ്പീരിയൻസ്. എല്ലാവരും വെസ്റ്റീജിന്റെ സപ്ലിമെന്റ്സ് യൂസ് ചെയ്യുക. ഇനി ബാക്കി എക്സ്പീരിയൻസുമായിട്ട് നെക്സ്റ്റ് ടൈമിൽ വരുന്നതായിരിക്കും. എന്തെങ്കിലും എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും പ്രോഡക്റ്റ് യൂസ് ചെയ്യുക, ഹാപ്പി ആയിട്ടിരിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക. താങ്ക് യു സർ. താങ്ക് യു ഓൾ ആൻഡ് വിഷ് യു വെൽ. താങ്ക് യു സജിനി മാഡം. വളരെ വണ്ടർഫുൾ ആയിട്ടാണ് ആ പ്രൊഡക്റ്റിന്റെ എക്സ്പീരിയൻസിൽ അത് ഫുൾ നോളജും അതിന്റെ ഇൻഗ്രീഡിയൻസും ഒക്കെ പഠിച്ചെടുത്തിരിക്കുന്നുണ്ട്. കാരണം അത്രയും റിസൾട്ട് അവർക്കുണ്ട്. എനിക്കൊന്നും എല്ലാ എക്സ്പീരിയൻസും പറഞ്ഞിട്ടൊന്നുമില്ല. സജിനി മാഡത്തിന് തന്നെ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്. അദ്ദേഹം ഒരുപാട് പ്രാവശ്യം പറഞ്ഞതാണ്. അവരുടെ ആരോഗ്യത്തിനെ കുറിച്ച് ഒരുപാട് പ്രൊഡക്റ്റിൽ റിസൾട്ട് കിട്ടിയ വ്യക്തിയാണ്. ഓക്കെ, ഇന്ന് വെസ്റ്റീജിൽ വളരെ ആത്മാർത്ഥമായിട്ട് എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ കസ്റ്റമറെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളാണ്. ഒത്തിരി ഫ്രണ്ട്സ് സർക്കുലേഷന് അവർക്ക് ഈ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ഇപ്പോഴും അവരെ സ്ഥിരം കസ്റ്റമറാക്കി, ടീമിനേക്കാളും കൂടുതൽ കസ്റ്റമർ അവർക്കുണ്ട്. ബിസിനസ്സിൽ എത്ര ടീമുണ്ടോ അതിനേക്കാളും കൂടുതൽ കസ്റ്റമർ സജിനി മാഡം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾക്ക് നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ നമുക്കിത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു ആരോഗ്യം ഉണ്ടാക്കി കൊടുക്കാൻ, അവരുടെ ലൈഫ് ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കാം. ഒക്കെ സജിനി മാഡം സിംഗപ്പൂരിൽ നിന്നുകൊണ്ടാണ് നമ്മൾക്ക് ഈ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തത്. ഒരു 6,000-8,000 രൂപയൊക്കെ, ചില 10,000 രൂപയൊക്കെ കൊടുത്തിട്ടൊക്കെ കൊറിയറിലൊക്കെ കൊടുത്തിട്ടാണ് സാധനം കൊണ്ടുപോകുന്നത് സിംഗപ്പൂരേക്ക്. നമ്മളൊരു 65 രൂപ പോസ്റ്റൽ ചാർജ് കൊടുക്കുന്ന സമയത്ത് നമ്മൾക്ക് അറിയുന്ന കണ്ടിട്ടില്ലേ, ഇത്രയും എമൗണ്ട് കൊടുത്തിട്ടാണ് നമ്മുടെ വെസ്റ്റീജിന്റെ ഒരുവിധം എല്ലാ പ്രൊഡക്റ്റും എല്ലാ സപ്ലിമെന്റ്സും ഉപയോഗിക്കുന്നുണ്ട്. അതിന്റെ റിസൾട്ട് അവർക്കും അവരുടെ ഫ്രണ്ട് സർക്കിളിലും അവരുടെ ഫാമിലിയിലും ഉണ്ടായിട്ടുണ്ട്. ആ ഒരു എക്സ്പീരിയൻസ് ആണ് സജിനി മേഡം ഇപ്പം നമ്മളിലേക്ക് തന്നിട്ട്. താങ്ക് യു വെരി മച്ച്. അത് വളരെ പെർഫെക്റ്റ് ആയിട്ട് നോളജോടെ എല്ലാ കാര്യങ്ങളും പഠിച്ചെടുത്തിട്ടാണ് നമുക്ക് ഷെയർ ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ വെസ്റ്റീജിന്റെ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പറയുകയാണെങ്കിൽ അൺമ്യൂട്ട് ആക്കി പറയാം കേട്ടോ. ഇന്ന് വേറെ സ്പെഷ്യലായിട്ട് സെഷനൊന്നും ഇല്ല. എന്തെങ്കിലും പറയണമെങ്കിൽ ആർക്കെങ്കിലും പറയാം. പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ടുള്ള സെഷൻ ഉണ്ടെങ്കിൽ പറയാം. ആർക്കെങ്കിലും അൺമ്യൂട്ട് ആക്കി പറയാൻ പറ്റുമോ? ആർക്കെങ്കിലും എന്തെങ്കിലും എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം, അൺമ്യൂട്ട് ആക്കിയാൽ മതി. നമ്മളിതിൽ എനിക്കൊക്കെ ഒരുപാട് ഫ്രണ്ട്സിൽ ഇവിടെ ദുബായിലൊക്കെ ഉണ്ട്. ഞാൻ അവർക്ക് ഇന്നലെയും കൂടെ ഒരാളെ ഒരു ഫ്രണ്ട്സിനെ കണ്ടായിരുന്നു. അവർക്ക് നടുവേദന ബാക്ക് പെയിൻ വന്നിട്ടാണ് എന്നെ ഇന്നലെ അവൾ വഴിയിൽ വെച്ച് സംസാരിച്ചത്. ഡോക്ടറെ ചെക്കപ്പ് ചെയ്തപ്പോൾ വെയിറ്റ് കൂടുതലും അതുപോലെ PCOD എന്തൊക്കെയോ തൈറോയിഡൊക്കെ പ്രോബ്ലം അവർക്കുണ്ട്. പക്ഷേ ഞാൻ എൻ്റെ സപ്ലിമെന്റ്സ് ഒക്കെ പറഞ്ഞ സമയത്ത് അവർ ഇതൊന്നും തയ്യാറല്ല. അവർക്ക് മെഡിസിൻ കഴിക്കാനാണ് താല്പര്യം. നമ്മൾ ചില ആൾക്കാർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവർക്ക് ഡോക്ടർമാർ മാത്രമേ വിശ്വാസം ഉണ്ടാവും, അവർ പറഞ്ഞാൽ മാത്രമേ കഴിക്കത്തുള്ളൂ. ഇങ്ങനെയുള്ള ആൾക്കാർ ഒരുപാടാണ്. പക്ഷേ സജിനി മാഡത്തിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഫ്രണ്ട്സിനെ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അതിൽ അവർക്ക് ആ റിസൾട്ട് ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ട കാര്യം, നമുക്കിതിൽ ഇമ്പോർട്ടൻസ് കുറച്ച് കസ്റ്റമറെ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ, കസ്റ്റമറെ മെയിൻറ്റെയിൻ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ പേഴ്സണൽ വോളിയം അവിടെ നന്നായി കൊണ്ടുവരാൻ സാധിക്കുന്നു. സ്റ്റാർട്ടിങ്ങിലൊക്കെ നമ്മൾ ബിസിനസ് ചെയ്യുന്ന സമയത്ത് ആരെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ പറയാം കേട്ടോ. ഞാൻ ജസ്റ്റ് അതിന് മുന്നേ ആരെങ്കിലും പണിമുട്ടാകുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ പറയുന്നുള്ളൂ. നമ്മളുടെ കസ്റ്റമറെ ഇപ്പം പുതുതായി വരുന്ന ആൾക്കാരൊക്കെ നല്ല രീതിയിൽ കസ്റ്റമറെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് അവരുടെ പേഴ്സണൽ വോളിയം ഏകദേശം 300-400 പോയിന്റൊക്കെ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇന്നലെയൊക്കെ പ്രൊഡക്റ്റ് ഗ്രൂപ്പിലൊക്കെ എക്സ്പീരിയൻസ് കണ്ടിട്ടുണ്ടോ? 7,500 രൂപക്കുള്ള പ്രൊഡക്റ്റ് ഫ്രീ ആയിട്ട് വെസ്റ്റേജ് കമ്പനി കൊടുക്കുകയാണ്. നമുക്ക് എവിടെയെങ്കിലും അങ്ങനെ ഒരു അവസരം കിട്ടുന്നുണ്ടോ? നമ്മളൊക്കെ ആ കസ്റ്റമറെ മെയിൻറ്റെയിൻ ചെയ്യുന്ന സമയത്തിന്റെ ഗുണം എന്ന് വെച്ചാൽ
ഈ കസ്റ്റമർ അടുത്ത പ്രാവശ്യം പ്രൊഡക്റ്റ് ചോദിക്കുന്ന സമയത്ത് നമ്മൾക്ക് ഈ ഒരു ഫ്രീ വൗച്ചർ എടുത്ത് പർച്ചേസ് ചെയ്ത് അവർക്ക് കൊടുക്കാനും സാധിക്കും. ആ പൈസ നമ്മൾക്ക് എടുക്കാൻ സാധിക്കുന്നു. അപ്പോൾ ആ ഒരു കസ്റ്റമർ മെയിൻറ്റെയിൻ ചെയ്യുന്നതും കുറച്ച് കൂടുതൽ ചെയ്ത് കഴിഞ്ഞാൽ സജിനി മാഡത്തിനൊക്കെ എനിക്ക് ഒരുപാട് വൗച്ചറുകൾ എടുക്കുക. അവർ കസ്റ്റമർ വരുന്ന സമയത്ത് അവർക്ക് ആ വൗച്ചർ ഉപയോഗിച്ച് കൊടുക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനെ ഒരുപാട് ബെനിഫിറ്റുകൾ അതിനകത്ത് വരുന്നുണ്ട്. നമ്മൾ ആരും ഇതിനെക്കുറിച്ച് ചിന്തിക്കാതെ, അതിനെക്കുറിച്ച് അറിയാതെ, ഓഫറുകളെ കുറിച്ചും അതുപോലെ ഇതിൻ്റെ അകത്ത് നിന്ന് കിട്ടുന്ന ആ ഒരു അഡീഷണൽ വരുമാനത്തെക്കുറിച്ച് നമുക്ക് ആരും അറിയത്തില്ല. അറിയാതെ പോവാണ്, ശ്രദ്ധിക്കാതെ പോവാണ്. എല്ലാവരും ചെയ്യേണ്ട കാര്യം നമ്മളുടെ ആ ഒരു കൺസിസ്റ്റൻസിനെ എത്രത്തോളം കൊണ്ടുവരാൻ സാധിക്കും. ഇന്ന് പ്രസ്റ്റീജ് കമ്പനി തരുന്ന ആ ഒരു അവസരം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾക്ക് കൺസിസ്റ്റൻസി എത്ര വേണമെങ്കിലും ചെയ്യാം. 100, 200, 300, 400 ചെയ്യാം. ഒരു 60 രൂപ കൂടെ എക്സ്ട്രാ ചെയ്യാം, 460 ചെയ്യാം. ഇത് കൂടാതെ 15-ാം തീയതിക്ക് ശേഷം വീണ്ടും തരുവാണ് നമുക്ക് വേറൊരു ഓഫർ, അഡീഷണൽ ഓഫർ. ഇങ്ങനെ നിരവധി ഓഫറുകൾ 27-ാം തീയതി ഡേറ്റിനുള്ളിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നുണ്ട്. ഇതിനെ യൂട്ടിലൈസ് ചെയ്യാൻ ആദ്യം ബിസിനസ് മൈൻഡിൽ യൂട്ടിലൈസ് ചെയ്യണം കേട്ടോ. എല്ലാവർക്കും ആ ഒരു ഇതിനകത്ത് എങ്ങനെയൊക്കെ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ആ രീതിയിൽ ചിന്തിക്കണം. ആ ഒരു ഡേറ്റിനുള്ളിൽ പ്രീ പ്രൊഡക്റ്റ് കിട്ടുന്ന ഡേറ്റിനുള്ളിൽ തന്നെ പർച്ചേസിങ് എത്താൻ ശ്രമിക്കുക. മാക്സിമം ആ ഒരു ഡേറ്റിനുള്ളിൽ പർച്ചേസിങ് എത്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ് വോളിയം തന്നെ ഏകദേശം 18-ാം തീയതിക്കുള്ളിൽ തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന ബിസിനസ് വോളിയം അവിടെ കയറി വരും. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഓർഗനൈസേഷനിൽ മന്ത് എൻഡിൽ വരുന്ന വോളിയം ഇപ്പോഴത്തെ തന്നെ വന്നു കഴിഞ്ഞു. 14-ാം തീയതി 18-ാം തീയതി കണക്കിന് ഏകദേശം മന്ത് എൻഡിൽ വരുന്ന വോളിയം ആയിരുന്നു. കൺസിസ്റ്റൻസി തീരുമാനത്തിൽ വന്നു. പിന്നെ വരുന്നത് അഡീഷണൽ ആണ്. ആ ലെവലിലേക്ക് നമ്മളെ കസ്റ്റമറെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുന്നു. കസ്റ്റമറെ മെയിൻറ്റെയിൻ ചെയ്ത് നമുക്ക് എപ്പോഴാണ് മനസ്സിലാവുക? നമ്മളിത് ഉപയോഗിച്ച് നമ്മുടെ സ്വന്തം എക്സ്പീരിയൻസ് തന്നെയായിരിക്കും നമുക്ക് സത്യസന്ധമായി ഷെയർ ചെയ്യാൻ പറ്റും. സജിനി മാഡം ഇതിൽ ഒരുപാട് ഹെൽത്ത് ചലഞ്ചസിലൂടെ വെസ്റ്റേജിന്റെ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് റിസൾട്ടിലൂടെയാണ്, അതും ബ്യൂട്ടി പ്രോഡക്റ്റ് ഒക്കെ നന്നായി യൂസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ കൊടുക്കുന്ന ഒരുപാട് കസ്റ്റമർക്ക്, അതും പല സംസ്ഥാനത്ത് ഗോവയിലും ബോംബെയിലും പല സംസ്ഥാനങ്ങളായിട്ട് കൊടുക്കാറുണ്ട്. ന്യൂസിലൻഡിലടക്കം സജിനി മാഡം പ്രൊഡക്റ്റ് എത്തിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ചിന്തിക്കും സിംഗപ്പൂരിലേക്ക് കൊറിയർ അയച്ച് അവിടുന്ന് ന്യൂസിലൻഡിലേക്ക് പ്രൊഡക്റ്റ് അയക്കുന്നത്. അപ്പോൾ അത്രത്തോളം കമ്മിറ്റഡ് ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാമോ? പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് കിട്ടിയ റിസൾട്ടും അങ്ങനെ എന്തെങ്കിലും ഷെയർ ചെയ്യാൻ സാധിക്കുമോ? ആരെങ്കിലും ഉണ്ടോ സംസാരിക്കാൻ പറ്റുന്ന ആൾ? പെട്ടെന്ന് അൺമ്യൂട്ടാക്കി പറഞ്ഞോളൂ. നിങ്ങളുടെ ചെറിയൊരു എക്സ്പീരിയൻസ് വെസ്റ്റീജിൽ കിട്ടിയ സന്തോഷത്തെ ഒന്ന് ഷെയർ ചെയ്തു. നിർമ്മല ചേച്ചി പറയും. നിർമ്മല ചേച്ചി അൺമ്യൂട്ടാക്കിയതാണോ? കേൾക്കണ്ടോ സാർ? കേൾക്കാം കേൾക്കാം. മ്യൂട്ടായി പോയി. ഒന്നുകൂടി പറയും. മ്യൂട്ടായി പോയി. കേൾക്കാവോ? കേൾക്കാം കേൾക്കാം. ഞാൻ വെസ്റ്റീജിന്റെ കുറെ പ്രോഡക്റ്റുകൾ ഉപയോഗിക്കുന്നുണ്ട്. തൈറോയിഡിന്റെ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ അത് ഇനി 1-2 മാസം കൂടി യൂസ് ചെയ്തിട്ട് വേണം അതിന്റെ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട്. പിന്നെ നീം സോപ്പ് സ്റ്റാർട്ടിങ്ങിൽ മുതൽ ഉപയോഗിക്കുന്നുണ്ട്. അത് എന്റെ കാലിലും കയ്യിലും ഒക്കെ സ്കിന്ന് ഡ്രൈ ആയിട്ട് ഇങ്ങനെ ചൊറിയും പൊട്ടി മുറിയാവൊക്കെ ചെയ്യുന്ന ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ നീം സോപ്പ് ഉപയോഗിക്കാൻ തുടങ്ങിയതിന് ശേഷം അത് പാടെ മാറിപ്പോയി. ഇപ്പൊ നീം സോപ്പൊക്കെ എനിക്ക് ഞങ്ങളിപ്പോ സ്ഥിരം ഉപയോഗിക്കുന്നത് നീമിന്റെ സോപ്പാണ്. പിന്നെ ഡെന്റഷറാണ് ഉപയോഗിക്കുന്നത്. ഡെന്റഷർ എല്ലാം പ്രൊഡക്റ്റും നമുക്ക് നല്ലതായിട്ടാണ് ഉപയോഗിച്ചിട്ട് അനുഭവപ്പെട്ടത്. പിന്നെ ലിക്വിഡ് ഉപയോഗിക്കുന്നുണ്ട്, ഡിഷ് വാഷ് ലിക്വിഡ് ഉപയോഗിക്കുന്നുണ്ട്, ഐവെസ്റ്റ് അൾട്രാ ലിക്വിഡ്, പിന്നെ ഐവെസ്റ്റ് അൾട്രാ ഡിഷ് വാഷ് ഉപയോഗിക്കുന്നുണ്ട്. ഡിഷ് വാഷും പിന്നെ എന്താണ് ക്ലോത്ത് വാഷിംഗ് ചെയ്യുന്ന ലിക്വിഡ് അതൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതൊക്കെ നല്ല പ്രൊഡക്റ്റുകളാണ്. പിന്നെ ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഐ സപ്പോർട്ട് ഉപയോഗിക്കുന്നുണ്ട്, വൈറ്റൽ കോംപ്ലക്സ് ഉപയോഗിക്കുന്നുണ്ട്. അതിന്റെയൊക്കെ റിസൾട്ട് ഇനിയിപ്പം എനിക്ക് അതിനെ പറ്റി കൂടുതൽ പറയാൻ അറിയില്ല. കാരണം അത് ചെക്ക് ചെയ്തിട്ടും കാര്യങ്ങളൊന്നുമില്ല. ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. സാർ കേൾക്കാവോ? സാർ കേൾക്കുന്നുണ്ട് മാഡം. ആണോ? അല്ല ഇത്രയാണ് പറയാനുള്ളത്. തൈറോയിഡിന്റെ കുറെ ഗുളികകൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ അത് ഇനിയിപ്പം അതിനെ പറ്റിയിട്ട് എനിക്ക് കൂടുതൽ റിസൾട്ട് പറയാൻ അറിയില്ല. എനിക്ക് ശാരീരികമായിട്ട് ഇപ്പൊ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ അത് ചെക്ക് ചെയ്താലേ അതിനെ പറ്റി കൂടുതൽ എനിക്ക് അറിയാൻ പറ്റുള്ളൂ, എത്ര കുറവുണ്ട് അങ്ങനെ എന്താന്നുള്ളത്.
അതാണ്. താങ്ക് യു സാർ. മ്യൂട്ടാണ് സാർ മ്യൂട്ടാണ്. ഓക്കെ. നമ്മളെ നിർമ്മല ചേച്ചി വന്നിട്ട് ഏകദേശം 4 മാസമായി തോന്നുന്നു, 4-5 മാസമായി ഫ്രീ പ്രോഡക്റ്റ് ഒരു പ്രാവശ്യം എടുത്തെന്ന് തോന്നുന്നു. കൺസിസ്റ്റൻസിൽ ഫ്രീ പ്രോഡക്റ്റ് എടുത്തു. ഇല്ല സാർ, ഫ്രീ പ്രോഡക്റ്റ് ഈ മാസമാണ് എനിക്ക് കിട്ടുന്നത്. ഈ മാസം എടുക്കുന്നത്. ഓക്കെ. അപ്പോൾ വന്ന അന്നോട്ട് ഇന്ന് വരെ ഒരു കൺസിസ്റ്റൻസി പോലും മുടക്കാതെ ജോലി തിരക്കിനിടയിലോ, കാരണം അവർ ജോലിക്ക് പോകുന്ന, രാവിലെ ജോലിക്ക് പോയി രാത്രിയാകുമ്പോൾ വീട്ടിലെത്തത്തുള്ളൂ, അതിനിടയിൽ പോലും വെസ്റ്റേജ് ബിസിനസ് വളരെ സീരിയസ് ചെയ്യുന്നതാണ്. ഓക്കെ. നല്ല ഒരു പ്രൊഡക്റ്റ്, എല്ലാ പ്രൊഡക്റ്റും യൂസ് ചെയ്യാൻ മാക്സിമം രീതിയിൽ എല്ലാ പ്രൊഡക്റ്റും ഉപയോഗിച്ചതിൽ ഒരുപാട് റിസൾട്ട് കിട്ടിയ വ്യക്തിയാണ്. അതുപോലെ എല്ലാവർക്കും ഉപയോഗിച്ചവർക്കെല്ലാം നല്ല റിസൾട്ടാണ്, ഉപയോഗിക്കാത്തവർക്ക് റിസൾട്ട് കിട്ടാൻ സാധ്യതയില്ല. പിന്നെ സപ്ലിമെന്റ് ഉപയോഗിക്കുന്നത് ഹെൽത്ത് പ്രോബ്ലംസ് ഇല്ലാത്ത ആൾക്കാർ ഉപയോഗിക്കുന്ന ആൾക്ക് റിസൾട്ട് ഒന്നും കാണാനുണ്ടാവില്ല, പക്ഷെ അവരെ ആരോഗ്യത്തിൽ റിസൾട്ട് ഉണ്ടാവും. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വേറെ ഹെൽത്ത് പ്രോബ്ലംസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ എല്ലാ പ്രോഡക്റ്റും ഉപയോഗിക്കും. എനിക്ക് പറയാനുള്ള റിസൾട്ട് റെസ്പോ കെയർ ആണ്. ഞാൻ റെസ്പോ കെയർ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് പറയാതിരിക്കാൻ വയ്യ, കാരണം ഏറ്റവും കൂടുതൽ എനിക്ക് പാലിന് ഉൽപ്പന്നം ഉപയോഗിച്ച് കഴിഞ്ഞാൽ കഫം വരും. ചായ കുടിച്ച് കഴിഞ്ഞാൽ, ഞാൻ ചായ സ്ഥിരമായിട്ട് കുടിക്കാൻ എൻ്റെ വൈഫോട് പറയാൻ തുടങ്ങും, കഫം പരിപാടി തുടങ്ങിയല്ലേ ചായ ഉപയോഗിക്കാൻ തുടങ്ങും. നല്ലോണം ഞാനിപ്പോൾ ഈ മസാല ടീ, നാട്ടിൽ നിന്ന് സ്പൈസ് ടീ കൊണ്ടുവന്നാൽ സ്പൈസ് ടീ നല്ല പാലിൻ്റെ അകത്തിട്ട് കുടിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പം ഞാൻ ഈ ഒരു മാസത്തിൽ മേലെ കണ്ടിന്യൂ നല്ലോണം മസാല ചായ കുടിക്കും. ഇടയ്ക്കിടയ്ക്ക് പോയി ഞാൻ തന്നെ ഒറ്റയ്ക്ക് ഉണ്ടാകണം, എനിക്ക് ഉണ്ടാക്കി തരില്ല. അപ്പം ഞാൻ തന്നെ ഉണ്ടാക്കി കുടിക്കും, കാരണം പാല് ഉപയോഗിക്കുമ്പോൾ എന്നെ വഴക്ക് പറയും. അത് കുടിച്ച് എനിക്കിപ്പം ഇന്നലെ മിഞ്ഞാന്നൊക്കെ നല്ല കഫം വന്നിട്ടുണ്ടായിരുന്നു. സാധാരണ അങ്ങനെ വന്നു കഴിഞ്ഞാൽ എനിക്ക് പനി വരും, ബോഡി പെയിൻ വരും, പിന്നെ ഇഞ്ചക്ഷൻ അടിക്കണമായിരുന്നു. പക്ഷേ ഞാൻ ആ ഒരു ചെറിയൊരു എനിക്ക് മനസ്സിലായി സംഭവം ആ കഫത്തിന് വരാൻ തുടങ്ങിയത്. ഞാനിപ്പോൾ തന്നെ റെസ്പോക്കർ എടുത്ത് 3 നേരം കഴിച്ചപ്പോൾ എല്ലാ കഫവും ഇളകി പോയി. റെസ്പോക്കർ എന്നെ അത്രക്കും സപ്പോർട്ട് ചെയ്ത സാധനം. എന്നെ നല്ല നിങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റവും റിസൾട്ട് തരുന്ന സാധനമായിരിക്കും റെസ്പോക്കർ ഉണ്ടോ. എല്ലാവരും ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും റെസ്പോക്കർ ഇടക്കിടക്കൊന്ന് കഴിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ബോഡിയിൽ കഫം അവിടെ കിടക്കില്ല, ഡ്രൈ ആയി കിടക്കുന്നില്ല, അത് റിമൂവ് ചെയ്ത് പോകുന്നുണ്ടാവും. കഫം അധികം ആയിക്കഴിഞ്ഞാൽ ഒരുപാട് ഡേഞ്ചറാണ്. അപ്പോൾ മാക്സിമം അത് ഒഴിവാക്കാൻ ശ്രമിക്കുക. റെസ്പോക്കറെ കൊണ്ട് വലിയ റിസൾട്ടാണ് അത്. എനിക്കത് ഒരിക്കലും പറയാതിരിക്കാൻ പറ്റില്ല. ആ പ്രോഡക്റ്റ് അത്രയ്ക്കും സപ്പോർട്ടീവാണ്. നമുക്ക് അറിയത്തില്ല നമ്മുടെ ശരീരത്തിനകത്ത് എങ്ങനെ എഫക്റ്റ് ആവുന്നുള്ളത്, പക്ഷെ അത് എൻ്റെ അനുഭവമാണ്, കാരണം എനിക്കത് ഉള്ളതാണ് ശരിക്കും. വേറെ ഒരു സപ്ലിമെന്റ്സ് ഉപയോഗിച്ച് എനിക്ക് റിസൾട്ട് പറയാൻ പറ്റില്ല, കാരണം എനിക്കങ്ങനെ യാതൊരുവിധ വേറെ ഹെൽത്ത് ഇഷ്യൂസ് ഇല്ലാതെ ഞാൻ വേറെ ചെക്കപ്പ് ഒന്നും ചെയ്യാറില്ല. അതുകൊണ്ട് എനിക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടോ എനിക്ക് അറിയത്തില്ല, അങ്ങനെ ഒന്നും ഇല്ല, ഒന്നും ചെക്ക് ചെയ്തിട്ടില്ല. പക്ഷെ ഞാൻ കിഡ്നി ഹെൽത്ത് കഴിക്കും, എല്ലാ ദിവസവും ഒരു കിഡ്നി ഹെൽത്തും ഒരു ലിവർ ഹെൽത്തും കഴിക്കും. നീം കഴിക്കും, ഗ്ലൂക്കോ ഹെൽത്ത് കഴിക്കും, ഫ്ലാക്സോൾ കഴിക്കും. CMD ഉപയോഗിച്ച് വെള്ളം മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ. സ്റ്റീവിയ, പഞ്ചസാര ഉപയോഗിക്കുന്നുണ്ട്, എന്നാലും സ്റ്റീവിയ ഞാൻ ഇടക്കിടയ്ക്ക് അതിനകത്ത് ഉപയോഗിക്കും. പഞ്ചസാര കുറച്ചിട്ട് സ്റ്റീവിയ ഉപയോഗിക്കും, കാരണം എനിക്ക് മധുരം വേണം, എന്നാലും ചായ കുടിക്കാൻ ടേസ്റ്റ് ഉണ്ടാവും. സ്റ്റീവിയൊക്കെ നല്ല മധുരം ഉണ്ടാവും, പക്ഷെ എന്നാലും അത് ഉപയോഗിക്കുന്നുണ്ട്. ഒരുവിധം എല്ലാ സപ്ലിമെന്റ് ഉപയോഗിക്കാറുണ്ട്. ടോക്സ്ക്ലീൻ ഉപയോഗിക്കും. ടോക്സ്ക്ലീൻ ഉപയോഗിക്കും. എനിക്ക് വായനാറ്റം ഉണ്ടായിരുന്നു സ്ഥിരമായിട്ട്. അപ്പം ഞാൻ അങ്ങനെ പുറത്ത് പോകുന്നതിന് എനിക്ക് വിഷമില്ല, പക്ഷേ എവിടെയെങ്കിലും പോകുന്ന സമയത്ത് ഞാൻ ചോദിക്കാൻ പോയി ചോദിച്ചുകൊണ്ട് പോക്കണ്ട. വായനാറ്റം വന്ന സമയത്ത് ഞാൻ വിചാരിച്ചു എനിക്ക് ഫിക്സഡ് പല്ലുണ്ട്, അതിൻ്റെതായിരിക്കുന്നു ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ ടോക്സ്ക്ലീൻ ഉപയോഗിക്കാൻ തുടങ്ങിയ സമയത്ത് ഇപ്പം അതില്ല. മറ്റു പുറത്തോട്ട് പോകുന്ന സമയത്ത് ഞാൻ ചവച്ചുകൊണ്ടേ പോകുള്ളൂ, വായനാറ്റം വന്ന് മറ്റുള്ള ഡിസ്റ്റർബ് വരാതിരിക്കണം. അതിപ്പോൾ അടുത്ത കാലത്ത് ഉണ്ടായതാണ്. അപ്പോൾ ടോക്സിൻ ഉപയോഗിച്ച സമയത്ത് ഇപ്പോൾ അതങ്ങ് കംപ്ലീറ്റ് പോയി. ഇപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. വായനാറ്റം ഉണ്ടെങ്കിൽ നമ്മൾ മൗത്ത് വാഷിലോ പല്ല് തേക്കുന്ന പേസ്റ്റിലോ മാത്രമേ പോകണമെന്നില്ല. നമ്മുടെ വയറ് ക്ലീൻ അല്ലെങ്കിൽ വായനാറ്റം വരും. അപ്പോൾ അങ്ങനെ ഇത് ഒരുപാട് ആൾക്കാർക്കുണ്ടാവും, പല ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ടോക്സിൻ ഉപയോഗിച്ച് നോക്കുക. അത് ഉപയോഗിച്ച ശേഷമാണ് എനിക്കത് മാറിയത്. എനിക്ക് അതിനു വേണ്ടിയിട്ടല്ല ഞാൻ കഴിച്ചത്, പക്ഷെ അത് കഴിച്ചപ്പോൾ എനിക്ക് അതാണ് ഞാൻ എക്സ്ട്രാ അഡീഷണൽ ഉപയോഗിക്കാൻ തുടങ്ങിയ സപ്ലിമെന്റ്. അപ്പോൾ അതിലൂടെ അങ്ങനെ ഒരു മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഈ വെസ്റ്റേജിന്റെ പ്രൊഡക്റ്റിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിക്കുക. ഓരോ ആൾക്കാരെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്ന സമയത്ത് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി ശ്രമിക്കുക. സപ്ലിമെന്റ് നമുക്ക് എന്തിനാണെന്നുള്ള തിരിച്ചറിവ് ഉണ്ടായി കഴിഞ്ഞാൽ, എനിക്ക് ലിവറിന് പ്രോബ്ലംസ് ഒന്നും ഇല്ല, എനിക്ക് കിഡ്നിക്ക് പ്രോബ്ലംസ് ഇല്ല പറയുന്ന ആൾക്കാർ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 2 ആഴ്ച മുന്നേ ഒരു സെഷനിൽ ആയിരിക്കും മെസ്സേജ് അയച്ചിട്ടുണ്ട്. കിഡ്നി ഹെൽത്തിന്റെ ഒരു സെഷൻ ചെയ്യുന്ന സമയത്ത് ആർക്കും മെസ്സേജ്, കിഡ്നിക്ക് പ്രോബ്ലം ഇല്ലാതെ ഞാൻ ഉപയോഗിക്കത്തില്ല എന്ന് പറഞ്ഞു. നിങ്ങൾ പ്രോബ്ലം വന്ന് ആ സാധനം കിഡ്നിക്കൊക്കെ ഡാമേജ് ആയി കഴിഞ്ഞാൽ പ്രോബ്ലം വന്നിട്ട് ഒരു കാര്യമില്ല കേട്ടോ. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കിഡ്നി ഹെൽത്തും ലിവർ ഹെൽത്തും ഉപയോഗിക്കേണ്ടത്. അതുകൊണ്ട് ഒരു സപ്ലിമെന്റ് വാങ്ങിച്ചിട്ട് ഒന്നും പ്രോബ്ലംസ് ഒന്നും ഇല്ലാത്ത വ്യക്തികളാണ് നിങ്ങളെങ്കിൽ കിഡ്നി ഹെൽത്തും ലിവർ ഹെൽത്തും ഇടക്കിടക്കൊന്ന് കഴിക്കും. എങ്കിൽ നിങ്ങൾക്ക് അതിനെ കുറേ സംരക്ഷണമായി മാറുന്നത് മാത്രമല്ല,
നമുക്കത് ഇനി അഥവാ സ്റ്റോണൊക്കെ വരുന്നുണ്ടെങ്കിൽ അത് അലിഞ്ഞ് പോയിക്കോളും. സ്റ്റോൺ വന്നിട്ടുള്ള പ്രശ്നം അറിയാലോ, വന്നാൽ പിന്നെ ഒരുപാട് ബുദ്ധിമുട്ടാണ്. അത് വന്നിട്ട് വേദന അനുഭവപ്പെടണോ അല്ലെ വരാതിരിക്കാൻ വേണ്ടി അതിനെ സംരക്ഷിക്കില്ലേ. നമ്മൾ അതിനെ സംരക്ഷിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. കിഡ്നിയെ സംരക്ഷിക്കുക, ലിവറിനെ സംരക്ഷിക്കുക, ഹാർട്ടിനെ സംരക്ഷിക്കുക. ഇതൊക്കെയാണ് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നത്. നീം ഉപയോഗിക്കുമ്പോൾ ഷുഗർ വന്നു കഴിഞ്ഞാൽ ഏറ്റവും ഡേഞ്ചർ അസുഖം ഷുഗറാണ്. നമ്മൾ മരുന്ന് കഴിക്കുന്ന 26 വർഷം മരുന്ന് കഴിക്കുന്നൊരു കാര്യമില്ല. 10-15 വർഷം ഷുഗറിന്റെ ഗുളിക കഴിച്ചതല്ല, ആ ശരീരം പിന്നെ ഒന്നിനും കൊള്ളത്തില്ല. നിങ്ങൾ മെഡിസിൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന വ്യക്തിയുടെ ആരോഗ്യം പിന്നെ ഒരുപാട് പ്രശ്നങ്ങൾ വേറെ വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ നീം, കുർക്കുമിൻ, നോനിൻ ഇങ്ങനെയുള്ള നിരവധി പ്രോഡക്റ്റുകൾ ഇതെല്ലാം നമുക്ക് മസ്റ്റാവും. നിങ്ങളുടെ ഓരോ പർച്ചേസിനോടൊപ്പം സപ്ലിമെന്റ് ആഡ് ആക്കിക്കൊണ്ടിരിക്കുക. നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി ചെറിയൊരു പൈസ എല്ലാ മാസവും ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുകയാണെങ്കിൽ ഹോസ്പിറ്റലിൽ പോകുന്ന പൈസ സേവ് ചെയ്യാൻ സാധിക്കുന്നില്ല. ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന പൈസ മാത്രമല്ല, നമ്മുടെ ശരീരത്തിന് അനാവശ്യമായ ഒരു കെമിക്കൽ ഡ്രഗ്സും കൊടുക്കേണ്ട ആവശ്യമില്ല എന്നർത്ഥം. എന്തിനാണ് നമ്മൾ ആവശ്യമില്ലാത്ത കെമിക്കൽ ഡ്രഗ്സ് കൊടുക്കുന്നത്? ഇവിടെ പല ആൾക്കാരും സംസാരിക്കുന്ന സമയത്ത് ആന്റിബയോട്ടിക്കും കഫ് സിറപ്പും മക്കൾക്ക് കൊടുക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് അമ്മമാരുണ്ട്. ചോദിക്കുമ്പോൾ പറഞ്ഞാൽ ഇൻഷുറൻസ് കാർഡ് എന്ന് പറയും. ഇൻഷുറൻസ് കാർഡിൽ പൈസ കൊടുക്കണ്ട, എത്ര വേണമെങ്കിലും കഫ് സിറപ്പ് വാങ്ങിച്ചു വെച്ചിരിക്കുക. പോയി കഴിഞ്ഞാൽ 2 കഫ് സിറപ്പൊക്കെ എക്സ്ട്രാ വാങ്ങിച്ചു വെക്കും. കാരണം അടുത്ത കഫം വരുമ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. എത്ര സന്തോഷത്തോടെ വാങ്ങിച്ചു കൊടുക്കുന്നവരോ കഫ് സിറപ്പും ആന്റിബയോട്ടിക്കും. ഇന്ന് പത്രത്തിലൊക്കെ നിങ്ങൾ വായിക്കുന്ന മനസ്സിലായിട്ടുണ്ടോ? ആന്റിബയോട്ടിക്കും കഫ് സിറപ്പിനെ കൊണ്ടൊക്കെയുള്ള ബോധരഹം എന്തൊക്കെയാണെന്നുള്ളത് ചെറിയ കുഞ്ഞുങ്ങൾക്ക്. ഇതൊക്കെ കറക്റ്റ് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയോ? എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത്. നിങ്ങൾ സ്ഥിരമായിട്ട് കുട്ടികൾക്ക് പനി വന്ന് കഫ് സിറപ്പും ആന്റിബയോട്ടിക് കൊടുക്കുകയാണെങ്കിൽ ഒരു ഇത്ര ദിവസം നിശ്ചിത ഡേറ്റ് കഴിയുമ്പോൾ കുട്ടികളുടെ പനി അതേപോലെ വന്നിട്ടുണ്ടോ? 90 ദിവസം അല്ലെങ്കിൽ 60 ദിവസത്തിനിടയിൽ അടുത്ത പനി അതേപോലെ വരുന്നുണ്ടോ? അത് നിങ്ങൾ കൊടുക്കാതെ, ഒരു പ്രാവശ്യം പനിക്ക് വന്ന് കഫ് സിറപ്പും ആന്റിബയോട്ടിക് കൊടുക്കാതെ നിങ്ങൾ അതിന് പകരം തുളസി ഡ്രോപ്സും ആംലയും കൊളസ്ട്രോൾ ഒക്കെ കൊടുത്തു നോക്കൂ. ആ ഒരു പ്രാവശ്യം നിങ്ങൾ ആന്റിബയോട്ടിക് കഫ് സിറപ്പും കൊടുക്കാതിരിക്കുവാണെങ്കിൽ അടുത്ത പ്രാവശ്യം അവർക്ക് പനി അഥവാ വരുന്നുണ്ടെങ്കിൽ തന്നെ ഇതന്നെ ഈ കഫ് സിറപ്പും പകരം ആംലയും തുളസി ഡ്രോപ്സും നമ്മളെ കൊളസ്ട്രോൾ ഒക്കെ കൊടുക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് അങ്ങോട്ട് ഈ കുട്ടികൾക്ക് പനി കഫ് സിറപ്പ് സ്റ്റൊമി ആയിട്ട് ഹോസ്പിറ്റലിൽ അധികം പോകേണ്ടി വരുന്നുണ്ടാവും. അത് പതുക്കെ ഹോസ്പിറ്റലിലേക്കുള്ള പോക്ക് കുറക്കാൻ സാധിക്കും. ഞാൻ എൻ്റെ മകളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോവാതെ 3.5 വർഷം കഴിഞ്ഞു. 3.5 വർഷത്തിലധികമായി കൊണ്ടുപോയിട്ടില്ല. മകളെ തീരെ കൊണ്ടുപോയിട്ടില്ല. മകനെ എന്തെങ്കിലും അവന് വികൃതി കാണിച്ച് വീണ് കയ്യോ എന്തെങ്കിലും മുട്ടിയോ പൊറിയോ അവൻ മാത്രമേ പോകേണ്ട ആവശ്യം വരും. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ മക്കൾക്ക് കൊടുക്കുകയാണെങ്കിൽ ഈ കഫ് സിറപ്പ് ആന്റിബയോട്ടിക് നമുക്ക് തീരെ ഒഴിവാക്കാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ഇവിടെയുള്ള എല്ലാവരും എക്സ്പീരിയൻസ് ആയിരിക്കും. ഈ 93 പേരും ശ്രദ്ധിച്ച് നോക്കിക്കോ. നമ്മൾക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ഈ മെഡിസിൻ കറക്റ്റ് 2 മാസം അല്ലെങ്കിൽ 3 മാസത്തിനുള്ളിൽ അതേ അസുഖം വീണ്ടും വരും. കാലാവസ്ഥയായിരിക്കും, അല്ലെങ്കിൽ എവിടെയെങ്കിലും കുട്ടികൾക്കുള്ള പനി ജലദോഷം നമുക്ക് വരുന്നതായിരിക്കും. അതുകൊണ്ട് സ്കൂളിൽ പോകുന്ന സമയത്ത് ആംല സ്ഥിരമായിട്ട് രാവിലെ കൊടുത്ത് കഴിപ്പിക്കുക. തുളസി ഡ്രോപ്സിന്റെ വെള്ളം ചൂടുവെള്ളത്തിൽ കുടുക്കി കൊടുക്കുക. CMD കുട്ടികൾക്ക് 1 ഡ്രോപ്സ് വെച്ചിട്ട് കൊടുക്കുക, 1-2 ഡ്രോപ്സ് വെച്ച് കൊടുക്കാൻ ശ്രമിക്കുക. വേറെ ഹെൽത്ത് പ്രോബ്ലംസ് ഇല്ലെങ്കിലും CMD ഒക്കെ കൊടുക്കുക. മിനറൽസ് ഒക്കെ അവർക്ക് ആവശ്യമാണ്. കാരണം നമ്മൾ വീട്ടിൽ നിന്ന് വെള്ളം തിളപ്പിച്ച വെള്ളം കുടിക്കുകയാണ്. അത് മിനറൽസ് ഒന്നും ഇല്ലാതെ വെള്ളമാണ് കുട്ടികൾ കുടിക്കുന്നത്. പിന്നീട് വേറെ അസുഖം വരാതിരിക്കാൻ CMD ഡ്രോപ്സിന്റെ വെള്ളം അവർക്ക് കൊടുക്കും. നമ്മളെല്ലാവരും CMD ഡ്രോപ്സിന്റെ വെള്ളം തന്നെ കുടിക്കുക. എപ്പോഴും അത് തന്നെ കുടിക്കുക. എല്ലാവരുടെ വീട്ടിലും ഒരു ടേബിളിന്റെ മുകളിൽ ഒരു ജാറിൻ്റെ അകത്ത് വെള്ളം വെച്ചിട്ടുണ്ടാവില്ല, അതിൻ്റെ അടുത്ത് ഗ്ലാസ് കഴുകി വെച്ചിട്ട് എപ്പോഴും വെള്ളം കുടിക്കണം. എല്ലാ വീട്ടിലും അങ്ങനെ ഉണ്ടാവും എനിക്ക് തോന്നുന്നു. അതിൻ്റെ അടുത്ത് CMD കൂടെ വെക്കുക. വെള്ളം ഗ്ലാസ്സിൽ ഒഴിക്കുന്ന സമയത്ത് അതിനകത്ത് 2-3 ഡ്രോപ്സ് CMD ഒഴിച്ചതിന് ശേഷം മാത്രം കുടിക്കുക. അത് കുടിക്കുകയാണെങ്കിൽ കുറേ ഹെൽത്ത് പ്രോബ്ലംസ് നമുക്ക് മാറി, ഒരുപാട് പ്രോബ്ലംസ് മാറി. മിനറൽസ് ആണ് നമുക്ക് ഇന്ന് പല ഹെൽത്ത് പ്രോബ്ലം ഉണ്ടാക്കി തരുന്നത്. അപ്പോൾ അതും കൂടെ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് പറയുമ്പോൾ നിങ്ങൾക്കായിരിക്കും എന്തുകൊണ്ടെങ്കിലും അൺമ്യൂട്ടാക്കി സംസാരിക്കാം കേട്ടോ. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പറയാനുണ്ട്. ഞാൻ പല ആൾക്കാർക്കും പറഞ്ഞു കൊടുത്തതും ലതിക ചേച്ചി പറഞ്ഞു. പറയൂ. കേൾക്കാം. എനിക്ക് ഇതേപോലെ കഫത്തിന്റെ നല്ല പ്രശ്നമുണ്ട്. സാറ് പറഞ്ഞ പോലെ ചായ കുടിച്ചിട്ടുണ്ടെങ്കിൽ പാൽച്ചായ കുടിച്ചാൽ വരും. ഇപ്പൊ ഞാൻ ഇതില് വെസ്റ്റേജില് വന്നതിന് ശേഷം റെസ്കോ കെയർ മേടിച്ചിട്ട് കഴിക്കുന്നുണ്ട്. പാൽച്ചായ കുടിച്ചാൽ 2 ദിവസം കുടിച്ചാൽ 3-ാം ദിവസം കഫക്കെട്ടായി. അത് കഴിക്കലിറങ്ങിയപ്പോ ഇപ്പൊ നല്ല മാറ്റമുണ്ട്. അങ്ങനെ വരാറില്ല. കഫം വന്നിട്ടുണ്ടെങ്കില് ശ്വാസം കിട്ടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കുറച്ച് ദിവസം മുന്നേ ഉണ്ടായിരുന്നു ഇതേപോലെ. എന്നിട്ട് ഞാൻ ആംലി ഈ റെസ്കോ കെയറും കഴിച്ചു. അപ്പൊ നല്ല മാറ്റമുണ്ട്. തുളസി ഡ്രോപ്സും കഴിക്കുന്നുണ്ട്. പിന്നെ സൂപ്പ്
സോപ്പ് ഉപയോഗിക്കുന്നുണ്ട്. എന്റെ കൂട്ടുകാരിക്ക് ഇതേപോലെ കഴുത്തിന്റെ ഇവിടെ നന്നായിട്ട് ബ്ലാക്ക് കളറായിട്ട് വന്നിരുന്നു. അപ്പൊ അവള് ഇത് ഒരു ദിവസം കാണിച്ചു തന്നു. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ അടുത്ത് സോപ്പ് ഉണ്ടെന്ന് ഉപയോഗിച്ച് നോക്കായിരുന്നു. അങ്ങനെ കൊണ്ടുപോയിട്ട് 4 ദിവസം തേച്ചു. 5-ാം ദിവസം എന്നോട് വന്നിട്ട് പറഞ്ഞു എന്റെ അടുത്തത് മാറി, നല്ല സോപ്പാണല്ലോ പറഞ്ഞു. ഇപ്പൊ അവളുടെ ഹസ്ബൻഡ് ഗൾഫിൽ നിന്ന് വരുന്നുണ്ട്. അയാൾ ഗൾഫ് പോയതായിരുന്നു. അപ്പൊ അവിടുന്ന് ടെസ്റ്റ് കഴിഞ്ഞപ്പോ മേലൊക്കെ നിറച്ച് വെളുത്ത കലകൾ വരുന്നുണ്ടായിരുന്നു. അപ്പൊ നാട്ടിൽ വന്ന് ചികിത്സിച്ചിട്ട് ചെല്ലാനാ പറഞ്ഞു. അത് മാറ്റിയിട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്നോട് തന്നെ സോപ്പ് ഒന്ന് തായോ, ഞാന് അതൊന്ന് ഉപയോഗിക്കാൻ പറഞ്ഞു നോക്കട്ടെ, മാറിയിട്ടുണ്ടായത് നല്ലതാണല്ലോ പറഞ്ഞു. ഓക്കെ. ആ സോപ്പ് ചിലപ്പോൾ അവർക്ക് ആ പ്രോബ്ലം എന്താണ് ശരിക്കും അറിഞ്ഞ് ചോദിക്കുകയാണെങ്കിൽ സപ്ലിമെന്റ്സും കൂടെ കൊടുക്കുകയാണെങ്കിൽ അതിൽ മാറ്റം ഉണ്ടല്ലോ. സോപ്പിൽ മാത്രം ചിലപ്പോൾ ആ പ്രോബ്ലം കംപ്ലീറ്റ് മാറിയെന്ന് വരില്ല. അവരോട് സോപ്പ് ആ കൊടുത്തിട്ട് അവരോട് പറയാ അവർക്ക് എന്താണ് ശരിക്കുള്ള പ്രോബ്ലം, യഥാർത്ഥ പ്രോബ്ലം ചോദിക്കുക. വയറ്റിനകത്ത് ക്ലീൻ ആക്കാൻ നിൽക്കുന്നുണ്ടോ, അപ്പോൾ സപ്ലിമെന്റ്സും കൂടെ കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ അത് നല്ല റിസൾട്ട് വരും. എന്താണ് പ്രോബ്ലം ചോദിക്കും. ചിലപ്പോൾ സോപ്പിൽ ഒരാൾക്ക് ഒരു മാറ്റം ചെറിച്ചിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ പോലും ഈ വെള്ള കലകളൊക്കെ ചിലപ്പോൾ പോകാൻ സാധ്യതയുണ്ടാവും. അതെന്താ ചോദിച്ചോ കേട്ടോ, ഡീറ്റെയിൽ ആ, ചോദിക്കും. അത് പെട്ടെന്ന് വന്നാണ് അത്ര. ഇപ്പൊ ഇവിടുന്ന് പോകുമ്പോഴൊന്നും ഇല്ല, അവിടെ പോയതിനു ശേഷം കയ്യുമ്മ മാത്രമേ ഉള്ളൂ പറഞ്ഞു. ഓക്കെ ഓക്കെ 2 കയ്യിന്റെ മേലെയാണ് അത്ര. ഓക്കെ. ആ സോപ്പ് ഉപയോഗിച്ച് നോക്കൂ. ഇതിന് മാറ്റം ഇല്ലെങ്കിൽ അവരുടെ അഭിപ്രായം പറയാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താ സപ്ലിമെന്റ് നമുക്ക് ചോദിച്ച് നോക്കി കൊടുക്കാം. ആ ആ താങ്ക് യു. ഓക്കെ, താങ്ക് യു. സീന പറയും. സാർ എനിക്കും ഇതുപോലെ ഹെൽത്ത് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നു. ഹെൽത്ത് പ്രോബ്ലംസ് എന്ന് വെച്ചാൽ യൂട്രസിന് എന്തോ തടിപ്പ് കാണുന്നെന്ന് പറഞ്ഞ് അതിപ്പം 3 ആഴ്ച കഴിയുമ്പം ബയോപ്സി ചെയ്യണമെന്ന് പറഞ്ഞ് ഞാനിപ്പം ശതാവേരി മാക്സ്, ഫോളിക് അയൺ പ്ലസ് ആമലയൊക്കെ കഴിക്കുന്നുണ്ട്. മുടി കുറുക്കുമിന് ഫ്ലാക്സ് ഓയിലും ഒക്കെ കഴിക്കുന്നുണ്ട്. മുടി അതുപോലെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. മുടിക്ക് ഇപ്പം മാറ്റമുണ്ട്. അതിന് സ്കിൻ ആൻഡ് ഹെയർ ആൻഡ് സ്കിൻ ആൻഡ് നെയില് അത് സപ്ലിമെന്റ് കഴിക്കുന്നുണ്ട്. പിന്നെ ആംല ഇതൊക്കെ കഴിക്കുന്നുണ്ട്. മാറ്റങ്ങളുണ്ട്. അപ്പം ഞാൻ ഇതുവരെയ്ക്കും റിസൾട്ട് പറയാഞ്ഞെന്ന് വെച്ചാൽ 3 ആഴ്ച കഴിയുമ്പോൾ ബയോപ്സി ചെയ്യണമെന്ന് പറഞ്ഞു. ആ ബയോപ്സിക്ക് പോയില്ല. അതിന്റെ റിസൾട്ട് അറിഞ്ഞിട്ട് ഇത് പറയാമെന്ന് വിചാരിച്ചതായിരുന്നു. അതുകൊണ്ടാണ്. പക്ഷെ എല്ലാം മാറ്റം എല്ലാം ഉണ്ട്. എനിക്ക് നല്ല മാറ്റമുണ്ട്. മുടിയൊക്കെ ആണെങ്കിലും ഇപ്പം ഈ മുട്ടയൊക്കെ അങ്ങ് തെളിഞ്ഞ് ഇതായിട്ട് വരുന്നുണ്ട്. മുടി മറയുന്നുണ്ട് തലയിൽ. പിന്നെ ഹെയർ ഫോൾ ഷാമ്പു ഉപയോഗിച്ച് അത് നല്ല റിസൾട്ടാണ്. ഇത് ഞാൻ പറയാഞ്ഞതെന്ന് വെച്ചാൽ ഈ ബയോപ്സിക്ക് പോയില്ല. പോയി കഴിഞ്ഞിട്ട് ഇത് നമ്മുടെ വിചാരിച്ചിരിക്കുമായിരുന്നു. ഓക്കെ സാർ. താങ്ക് യു സീന. ഈ യൂട്രസിന്റെ പ്രോബ്ലം പറഞ്ഞ ഇത് പല സ്ത്രീകൾക്കും ഈ ഒരു പ്രശ്നം ഉണ്ടാവാറുണ്ട്. ഒരുപാട് ആൾക്കാർ നമ്മൾ കേട്ടിട്ടുണ്ട്. ജാസ്മി പറഞ്ഞോളൂ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. സാറേ, എനിക്ക് ഭയങ്കര തുമ്മലും ജലദോഷവും ഇതൊക്കെ ആയിട്ടൊക്കെ ഇരിക്കുന്ന ഒരവസ്ഥയിലാണ് ഞാൻ വെസ്റ്റീജിയയിലേക്ക് വന്നത് തന്നെ. ഞാൻ എല്ലാം വാങ്ങിച്ചു കഴിച്ചു. എനിക്ക് നല്ല കുറവുണ്ട്. നല്ല റിസൾട്ടാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ജാസ്മിന്റെ ആക്ച്വലി ഞാൻ ഇതിൽ വന്ന സമയത്ത് എന്നോട് സംസാരിച്ച സമയത്ത് ജോയിന്റ് വേദനയുടെ കാര്യം എന്നോട് സംസാരിച്ചായിരുന്നു. അപ്പൊ ഞാൻ ആദ്യം വെയിറ്റ് കൂടുതലാണെന്ന് വെച്ചപ്പോൾ വെയിറ്റ് കൂടുതലാന്ന് പറഞ്ഞു. ഇപ്പൊ എത്ര കിലോ കുറഞ്ഞു? 6 കിലോ. 6 കിലോ കുറഞ്ഞു. 6 കിലോ കുറഞ്ഞു. അത്രയും വെയിറ്റ് കുറഞ്ഞു. മുട്ടിന്റെ വേദന മാറി. മുട്ടുവേദനയുടെ സപ്ലിമെന്റ് ഉപയോഗിക്കും അല്ലെ? അത് ശരിക്കും ഇങ്ങനെ തെന്നുന്ന പോലെ വന്നപ്പോ ഞാൻ പിന്നെ വെജ് കൊളാജിനും കൂടെ വാങ്ങിച്ച് കഴിച്ചു. ഹെൽത്തി ആയി. കുഴപ്പമില്ല. ഒത്തിരി മരുന്ന് വാങ്ങിച്ചതായിരുന്നു. ഒത്തിരി മരുന്ന് ഇതിനു വേണ്ടിയിട്ട് കഴിച്ചതാണ്. ഒരു കുറവും ഇല്ലായിരുന്നു. വെസ്റ്റീജിലേക്ക് വന്നതിന് ശേഷം എനിക്ക് നല്ല മാറ്റം ഉണ്ടെന്ന് വെച്ചാൽ എന്റെ ആരോഗ്യ പ്രശ്നം മെച്ചപ്പെട്ടു വരുന്നു. ഞാനൊരു ഷോപ്പ് നടത്തും. കസ്റ്റമർ വരുമ്പോ എനിക്ക് സംസാരത്തിന്റെ അടുത്ത് വിട്ടുപോകും. അതുകൊണ്ടാണ് ഇതിനകത്ത് കേറാത്തത് തന്നെ. ഓക്കെ, താങ്ക് യു. താങ്ക് യു. ഓക്കെ, ജാസ്മിന്റെ ഇത് വന്ന സമയത്ത് ഒരുപാട് ഹെൽത്ത് പ്രോബ്ലംസ് പറഞ്ഞ് ഇതിൽ നല്ല മാറ്റങ്ങൾ അവർക്കുണ്ട്. അതിന് കണ്ടിട്ട് അവരുടെ മാറ്റം കണ്ടിട്ട് ഒരുപാട് ഫ്രണ്ട്സ് ബിസിനസ് ജോയിൻ ചെയ്തിട്ടുണ്ട്.
അവരുടെ മാറ്റം കണ്ടിട്ട് ഒരു ബിസിനസ് വന്ന ആൾക്കാർ ഒരുപാട് ആൾക്കാരുണ്ട്. അവർ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ? ജാസ്മിന്റെ ഫ്രണ്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. എനിക്കൊന്ന് വാങ്ങിക്കുന്നുണ്ട്. നഖത്തിന്റെ പ്രശ്നമൊക്കെ വന്ന അങ്ങനെ ഞാൻ ഫോട്ടോ ഒക്കെ ഇട്ട് കൊടുത്തായിരുന്നു. അപ്പൊ അങ്ങനെ അതിന് വാങ്ങിക്കുന്നുണ്ട്. എൻ്റെ ഇരിക്കുന്ന ആൾക്കാർ വന്ന് ചോദിക്കുന്നുണ്ട് ഓരോന്ന്. അന്ന് ഗ്രൂപ്പിൽ ആരോഗ്യം കൊണ്ട് നഖത്തിന്റെ ഫോട്ടോ ഇട്ട് ജാസ്മിയാണോ നഖത്തിന്റെ ഫോട്ടോ ഇട്ടത്? ഞാനാ ഇട്ടത്. അത് ഭയങ്കര റിസൾട്ടാണ്. അത് എനിക്ക് തന്നെ അതിശയം തോന്നിപ്പോയി ആ നിങ്ങളുടെ നഖത്തിന്റെ വ്യത്യാസം കണ്ടിട്ട്. അത് ഭയങ്കര റിസൾട്ട്. അത് അതെ നമ്മൾ ഗ്രൂപ്പിൽ കണ്ടിട്ടുണ്ടാവും. അത്രയും സ്മൂത്തായി മാറി അല്ലേ ആ നഖം? ആദ്യത്തെ നഖവും പിന്നീടുണ്ടായ നഖവും വളരെ വളരെ സ്മൂത്തായി മാറിയിട്ടുണ്ട്. എനിക്ക് ആക്ച്വലി എനിക്കത് ഉപയോഗിക്കണം. ഞാൻ ദുബായിൽ ഹയർ സ്കിൻ നെയിൽ സപ്ലിമെന്റ് ഞാൻ ജാസ്മിന്റെ പിക്ചർ കണ്ടപ്പോഴാണ് എനിക്കത് കൊണ്ടുവരാൻ വേണ്ടി ആരെങ്കിലും നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവരാൻ വേണ്ടി ഞാൻ ഇരിക്കുക. എന്റെ കാലിന്റെ നഖത്തിനും അങ്ങനെ പ്രശ്നമുണ്ട്. അതിനും എന്റെ നല്ല എക്സ്പീരിയൻസ് ആണ്. നിങ്ങളെ നഖം പഴയ നഖവും പുതിയ നഖവും കാണുമ്പോൾ നല്ല മനസ്സിലാവാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും അത് പറയും. 2 ആഴ്ച കഴിഞ്ഞപ്പോ തന്നെ റിസൾട്ട് വരാൻ തുടങ്ങിയായിരുന്നു സാറേ. വെരി ഗുഡ്. നല്ല നല്ല ഓക്കെ, നമ്മൾ ഏകദേശം സമയമാവണം. ഞാൻ നേരത്തെ പറയാൻ പോകുന്നത് ശതാവരി മാക്സ്, പ്രത്യേകിച്ച് ഇവിടെ ഇരിക്കുന്ന എല്ലാ സ്ത്രീകളും വേറെ ഇപ്പം പ്രോബ്ലംസ് ഒന്നും ഇല്ലെങ്കിൽ പോലും നിങ്ങൾ ശതാവരി എല്ലാവരും യൂസ് ചെയ്യട്ടോ. എല്ലാവരും നിങ്ങളുടെ പർച്ചേസിംഗിൽ ശതാവരി വാങ്ങിച്ചിട്ട് സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഇന്ന് പല സ്ത്രീകൾക്കും ഉണ്ടാകുന്ന പ്രശ്നം യൂട്രസിന്റെ ഒക്കെ ഒരുപാട് പ്രശ്നം അനുഭവപ്പെടുന്ന സ്ത്രീകൾ കണ്ടിട്ടുണ്ടാവും. അതെല്ലാവർക്കും പല ആൾക്കാർക്ക് ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് തന്നെ ശതാവരി എല്ലാവരും യൂസ് ചെയ്യണമെങ്കിൽ അത്യാവശ്യം വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഡെയിലി ഓരോന്നെങ്കിലും യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആരോഗ്യത്തിന് ഒരുപാട് മെച്ചം ഉണ്ടാവും. നമ്മൾ വെറുതെ ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന പൈസ കളയേണ്ടി വരത്തില്ലല്ലോ. ലീല ചേച്ചി എന്തെങ്കിലും പറയാനുണ്ടോ? ഉണ്ട്. പറഞ്ഞോളൂ ചേച്ചി. നമ്മുടെ സോപ്പ് പൊടി സൂപ്പറാ. നമ്മുടെ സോപ്പ് പൊടി ഇല്ലേ? അതെ അതെ പറയൂ. എനിക്ക് കുറെ സാധനങ്ങൾ 3400 രൂപയുടെ അടുത്ത് സാധനം വാങ്ങിച്ചപ്പോഴത്തേക്ക് ഫ്രീ കിട്ടിയതാണ് സോപ്പ് പൊടി. അതിനു മുമ്പ് ഞാൻ സോപ്പ് പൊടി ഒന്നും വാങ്ങിച്ചില്ല. അത് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു മാസം എനിക്ക് അല്ലാതെ ചിലവാകുന്ന സോപ്പ് പൊടിയെക്കാടി വളരെ കുറവാ ചിലവായത് ആ ഒരു മാസത്തേക്ക്. അപ്പൊ അത് കാരണം ഞാൻ രണ്ടാമത് സോപ്പ് പൊടി വാങ്ങിച്ച്, രണ്ടാമത് കാശ് കൊടുത്ത് വാങ്ങിച്ച്. അതുപോലെ തന്നെ മരുമോക്ക് വേണ്ടിയിട്ട് ഇച്ചിരി മരുന്ന് ഞാനിങ്ങനെ വാങ്ങിച്ചായിരുന്നു. സപ്ലിമെന്റ് മരുന്നെന്ന് പറയാൻ പറ്റത് സപ്ലിമെന്റ് വാങ്ങിച്ചായിരുന്നു. ശരീരം ഒന്നും ഇല്ല ആളിന്, വണ്ണമൊക്കെ കുറവാ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ചോദിച്ചപ്പോ നമ്മുടെ ശ്രീജ മോള് പറഞ്ഞു തന്ന കുറച്ച് സപ്ലിമെന്റ് ഒക്കെ എല്ലാം കൂടെ വാങ്ങിച്ചാ തുടങ്ങിയതുള്ള. എല്ലാ റിസൾട്ട് ഒന്നും ആയി വരുന്നു. തീരെ ആയില്ലെന്നും പറയാനും പറ്റത്തില്ല, കഴിക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. സോപ്പ് സൂപ്പറാ. ഓരോരുത്തർക്ക് ഞാൻ പരിചയക്കാർക്ക് വാങ്ങിച്ചു കൊടുത്തപ്പോഴത്തേക്ക് അവർ രണ്ടാമത് നമ്മളോട് സോപ്പ് ചോദിച്ചു വാങ്ങിച്ചു. അങ്ങനെയൊക്കെയുള്ള നല്ല അനുഭവങ്ങളൊക്കെ ഉണ്ട്. മുഖത്തെ പാടുകൾ, ഈ കാൽസ്യം കുറയുമ്പോ വീഴുന്ന ഒരു തരം പാടുണ്ടല്ലോ, അത് കാല് ഉപ്പൂറ്റി വീഴുന്ന വെടിച്ചു കീറല്, ഇതൊക്കെ മാറും നമ്മുടെ സോപ്പിനകത്ത്, ആ പച്ച സോപ്പിനകത്ത്. ഞാൻ തോനെയും സോപ്പ് വാങ്ങിച്ചു ഈ മാസം. ഞാൻ ഓരോരുത്തർക്ക് കൊടുക്കാൻ വേണ്ടിട്ട് തന്നെ തോനെയും സോപ്പ് വാങ്ങിച്ച് പിന്നെയും പോയി സാധനം വാങ്ങിക്കുമായിരുന്നു. സോപ്പ് ഉപയോഗിച്ചവര് പിന്നെ സോപ്പ് വേണമെന്ന് പറഞ്ഞാൽ പിന്നെ സോപ്പ് ഞങ്ങൾ മേടിച്ചുകൊണ്ട് കൊടുത്തു. സോപ്പിനൊക്കെ നല്ല അഭിപ്രായം. പേസ്റ്റ്, സോപ്പ്, ഇത് രണ്ടുമാണ് ഞാനിപ്പോ വാങ്ങിച്ച ഓരോരുത്തർക്ക് കൊടുക്കുന്നത്. അതെങ്കിലും ഉപയോഗിച്ച് റിസൾട്ട് അറിഞ്ഞാലല്ലേ എന്തേലും കാര്യത്തിന് നമ്മുടെ കൂട്ടത്തിലോട്ട് വരത്തുള്ളൂ. അങ്ങനെയൊക്കെ കൊണ്ട് കൊടുത്തതാ. പക്ഷെ കുഴപ്പമില്ല, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഒരു പേടി ഉണ്ടായിരുന്നു, എല്ലാം പറയുമോ സോപ്പ് കൊണ്ട് കൊടുത്ത്, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ കുഴപ്പമില്ല, നല്ലയാ. വെരി ഗുഡ്. നല്ല റിസൾട്ടാണ് ഇതില് ചേച്ചി ചെയ്യുന്ന കാര്യം. ഞാൻ എല്ലാവരും എപ്പോഴും പറയുന്ന കാര്യമാണ്, നമ്മളുടെ സോപ്പും പേസ്റ്റും ഞാൻ എപ്പോഴും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറയുന്നത് അതുകൊണ്ടാണ്. അത് ഉപയോഗിക്കുമ്പോൾ തന്നെ ആൾക്കാർക്ക് തീരുമാനം എടുക്കാൻ സാധിക്കുന്നുണ്ട്. ഇപ്പൊ ലീല ചേച്ചിക്ക് ഇപ്പം ആ സോപ്പിന്റെ പേസ്റ്റിന്റെ കസ്റ്റമർ കുറച്ച് കഴിയുമ്പോൾ കൂടി വരും. അവരിലൂടെ കുറെ ആൾക്കാർ ഇനിയും അറിയും കുറിച്ച് അറിയും. കൂടി വരുന്നുണ്ട്. അത് നമ്മുടെ കയ്യിൽ എപ്പോഴും സ്റ്റോക്ക് ഉണ്ടായിരുന്നു കേട്ടോ, എപ്പോഴും സ്റ്റോക്ക് വെക്കണം. ആദ്യം നമ്മള് കെഞ്ചിയാ പറയുന്നത്, ഒരു കെട്ട സോപ്പ് എൻ്റെ കയ്യിൽ നിന്ന് എടുക്ക്, എന്നിട്ട് 50 രൂപയല്ലേ ഉള്ളൂ, എത്രയോ ചെലവാകുന്നു, ഒരു 50 രൂപ പോട്ടെ എന്ന് വിചാരിച്ചാ മതി, ഇഷ്ടപ്പെടുന്നെങ്കിൽ പിന്നെ മേടിച്ചാ മതി എന്ന് നമ്മൾ അങ്ങനെ കെഞ്ചി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞാണ് കൊടുത്തത്. പക്ഷെ ഇപ്പൊ ആളുകൾ സോപ്പിന് പോയില്ലേ, സോപ്പ് കൊണ്ടുവരുന്നില്ലേ എന്നാ ചോദിക്കുന്നത്.
സോപ്പിനൊക്കെ നല്ല അഭിപ്രായം ടേസ്റ്റില്. വെരി ഗുഡ്. സോപ്പ് പിന്നെ എടുത്തോണ്ട് മോള് വരാൻ മരുന്ന് കഴിക്കുന്നതിന്റെ സപ്ലിമെന്റ് കഴിക്കുന്നതിന്റെ ഇത് കുറച്ചുകൂടെ ഒരു 1-2 ആഴ്ച കൂടെ ഒക്കെ ആവട്ടെ, എന്നിട്ട് അതിന്റെ നല്ല റിസൾട്ട് ഞാൻ പറയാം. അതെങ്ങനെ ഒരു വട്ടം കഴിച്ചാൽ മതിയോ അതോ ഇനിയും മേടിക്കേണ്ടി വരുമോ കൊച്ചിന്? കുറച്ച് കണ്ടിന്യൂ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല മെച്ചം ഉണ്ടാവും. കുറച്ച് കണ്ടിന്യൂ ഉപയോഗിക്കും കേട്ടോ. അത് ഒരു പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞ ശേഷം അവർക്ക് തന്നെ ആ വാങ്ങിക്കാൻ തോന്നും അത്. ആ ആ പൈസയും കൂടെ വരും. ആരോഗ്യം വരും, മേടിക്കാം ആരോഗ്യം മേടിക്കാം. വരട്ടെ, മേടിക്കണം ആരോഗ്യം ഉണ്ടാവട്ടെ, അപ്പം ഒന്നുകൂടെങ്കിലും. പൈസ വന്നോളൂ കേട്ടോ. ആരോഗ്യം ഉണ്ടെന്ന് തോന്നുന്നെന്ന് പറയുന്നുണ്ട്. ആ ആള് വെറും സാറിന്റെ കണക്ക് വെറും സ്കെൽറ്റാ, വെറും സ്കെൽറ്റാ. നമ്മൾ എന്തൊക്കെ വാങ്ങിച്ചു കൊടുത്താലും ഞാൻ ഒത്തിരി മരുന്നുകൾ വാങ്ങിച്ചു കൊടുത്തേ ശരീരം നന്നാകാനും ആരോഗ്യം വെക്കാനും ഒക്കെ. എന്റെ പൈസ എല്ലാം അതിനാ പോയിട്ടുള്ളത്. എത്ര ഇപ്പൊ വയസ്സുണ്ട് എല്ലാം അവക്ക്? നിർത്തി വെച്ചിരിക്കുവായിരുന്നു. എത്ര അങ്ങനെ വയസ്സുണ്ട് അവക്ക്? എത്ര വയസ്സ്? വയസ്സ് 38. മതി. ഞാനൊക്കെ ഈ ചെറുപ്പത്തിൽ ചെറിയ 38 പ്രായത്തിൽ വയസ്സ്. തടി വെക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് വന്നിട്ടില്ല. അതുകൊണ്ട് ഇപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം പയറ് പോലെ ഓടി നടക്കാൻ ഇപ്പോഴും സാധിക്കുന്നുണ്ട്. എനിക്ക് യാതൊരു കിതപ്പോ ബുദ്ധിമുട്ടോ ഒന്നുമില്ല. ഇപ്പൊ ഞാൻ സന്തോഷമാണ്. തടി വെക്കാതിരുന്നത് ആ നന്നായി. അത് അത് ഇപ്പൊ ഇനി തടി വെക്കുന്നതിന് കൂടുതൽ അന്വേഷിക്കുന്നുണ്ട്. ഇത് മതി. തടി ഒത്തിരി അങ്ങ് വെച്ചില്ലേലും പെങ്കൊച്ചല്ലേ, ചിലക്കാലത്തെ ഈ ഒരു ഒട്ടലും ഒക്കെ ഒന്ന് മാറി, കഴുത്തിനടുത്ത് ആ ഒരു ഇച്ചിരി ഇതൊക്കെ മാറി, ഇച്ചിരി ആരോഗ്യം വെച്ചാ മതി. ഒരുപാട് വണ്ണം വെക്കണമെന്നില്ല. ഓക്കേ, അത് മതി. ശരിയായിക്കോളും. ആരോഗ്യത്തെ മാറിക്കോളൂ. ആരോഗ്യത്തെ എന്തെങ്കിലുമൊക്കെ നടന്ന് ചെയ്യണം. 2 പെൺപിള്ളേരല്ലേ, അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഒരു ആരോഗ്യം കിട്ടണം എന്നുള്ള ഇത് വെച്ചാ വാങ്ങിച്ചു കൊടുത്തത്. അതിന് ഇച്ചിരി മാറ്റം പറയുന്നുണ്ട്. അമ്മ കഴിച്ചതിനകത്ത് ശകലം ആരോഗ്യം ഉള്ളതുപോലെ തോന്നുന്നുണ്ടെന്ന്. ഓക്കെ. തുടങ്ങിയതേ ഉള്ളു കഴിക്കാൻ. ഭക്ഷണം കഴിക്കാൻ കുറച്ച് കൂടുതൽ തോന്നും. അപ്പൊ ഭക്ഷണം കൂടുതൽ കഴിച്ചാൽ മതി. അപ്പൊ ഉഷാറായിക്കോളും. ഓ ഭക്ഷണമൊന്നും കഴിക്കുമായിരുന്നു. ഇടയ്ക്ക് വെച്ചൊരു പശു ഒക്കെ ഉണ്ട്, അതിന്റെ പുറകെ നടക്കുന്നോണ്ട് കഴിക്കത്തൊന്നുമില്ല സമയത്തും കാലത്ത്. അങ്ങനെയൊക്കെയുള്ള ഇതൊന്നായിരുന്നു. സോപ്പ് നല്ല ക്ലിക്ക്. സോപ്പ് നല്ലത് നമ്മളെ ഇപ്പൊ വെള്ള സോപ്പും കൂടെ ചോദിച്ചു വാങ്ങിക്കുന്നുണ്ട് പിള്ളേര്. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. സാറേ എനിക്ക് അതിന്റെ ഒരു ഒന്നും പേര് പറയും മുംതാസേ. പിന്നെ എന്റെ ഒരു കസ്റ്റമറിന് ഞാനൊരു പനിയായിട്ട് മാറുന്നില്ല. അപ്പം ചുമ ഭയങ്കരം. അപ്പൊ ഞാൻ ആംലയും പഞ്ചതുളസിയും കൊടുത്തു, പക്ഷെ ചുമക്ക് ഒരു കുറവുമില്ല. അപ്പൊ അതിന് എന്താ സപ്ലിമെന്റ് വല്ലതും കൊടുക്കണം സാറേ? ചുമക്ക് സപ്ലിമെന്റ്സ് ഇല്ല. റെസ്പോക്കയിൽ കൊടുത്തതിലാണ് മാറ്റം വരും. പക്ഷെ റെസ്പോക്കയിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇതിനേക്കാളും ചുമ വരും. കഫം പോകാൻ വേണ്ടി ചുമ വരും. അവർക്ക് നല്ല ആ ചുമയുണ്ടാവും. അപ്പൊ ഡോക്ടറെ കാണിച്ചാലും ഡോക്ടർ കഫ് സിറഫാ കൊടുക്കുക. കഫം പോകാൻ വേണ്ടി കഫ് സിറഫ് കൊടുക്കുന്നത്. അവരോട് ഒരുപാട് പറയും റെസ്പോക്കൽ ഉപയോഗിച്ചാൽ ഒരുപാട് മാറും. പക്ഷെ അത് കുറെ ചുമയുണ്ടാവും. അതിന്റെ കൂടെ നല്ല ചുമയുണ്ടാവും. ആ കഫം പോകാൻ വേണ്ടിയുള്ള ചുമ വരും. ഇപ്പൊ ആദ്യത്തേല് ഇച്ച് മാറ്റം ആംലയിട്ട് ആംലയും കൊടുത്ത് പഞ്ചതുളസി ഇട്ട് ആവിയും പിടിച്ചപ്പോ കുറച്ച് മാറ്റം ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ചുമ ഉണ്ടെന്ന് പറയുന്നു. ചുമ എന്തുകൊണ്ടാന്ന് വെച്ചാൽ അവർക്ക് കഫം കുറേ ഉണ്ട്. ആൾക്ക് കഫം നിറയെ ഉണ്ട്. ചെസ്റ്റിൽ കുറേ കഫം ഉണ്ട്. അതാണ് ഈ ചുമക്കുന്നത്. അത് പുറത്തോട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഈ ചുമ വരുന്നത്. ഓക്കെ, എപ്പോഴും കഫം എന്താണ്, കഫം അവിടെ കിടക്കുമ്പോഴാണ് അത് പുറത്തോട്ട് പോകാൻ വേണ്ടി ചുമക്കുന്നതാണ്. അത് ചുമച്ച് തുപ്പിക്കളയുന്നില്ലേ, അത് പോവാത്തത് കൊണ്ടാണ് കിടക്കുന്നത്. കഫ് സിറപ്പ് കഴിക്കുമ്പോൾ ചുമച്ച് കഫം കുറേ പോകും, ലൂസായിട്ട് പോകും. അതിന് നമ്മുടെ റെസ്പോക്കർ അതിന്റെ ഗുണം ചെയ്യുന്നതാണ് കേട്ടോ. റെസ്പിറേറ്റർ എന്നാ പറയാല്ലേ അന്ന് ഇറക്കി. വാങ്ങിച്ചു കൊടുക്കും. അവർ പറയാം ഇത് കഴിക്കുമ്പോൾ ചുമ നല്ലോണം ഉണ്ടാവും, അത് നിർത്തരുത്, കണ്ടിന്യൂ ഉപയോഗിക്കാൻ പറയാം കേട്ടോ. ആവി പിടിച്ചപ്പോ പനിയൊക്കെ നല്ല മാറ്റമുണ്ട്, നല്ല ഇതാണെന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിച്ചായിരുന്നു. വിനോദ് സാർ, ആംല അങ്ങനെ ഡയറക്റ്റ് പൊടി അങ്ങനെ വായിട്ടല്ലേ? ആംലയില്ല, ആംലന്റെ പൊടി, ആംല ഊരിയിട്ട് അതിനകത്ത് പൊടിയുണ്ട്. ആ പൊടി അങ്ങനെ വായിലോട്ട് തട്ടി കൊടുക്കും. ഗുളികയായിട്ട് കുടിക്കാതെ, വെള്ളത്തിൽ കുടിക്കാതെ അത് ഊരിയിട്ട് അതിന്റെ പൊടി വായിലോട്ട് ഇടുക. എന്നിട്ട് അലിയിച്ച് ഇറക്കാൻ പറ. ആംല പൊടി നെല്ലിക്കപ്പൊടി അത് ഊരിയിട്ട് വായിലോട്ട് തട്ടി കൊടുക്കുക. എന്നിട്ട് അങ്ങ് അലിച്ചിറക്കിയാൽ മതി. അപ്പോൾ തൊണ്ടയിലൂടെ ആ പൊടി അങ്ങ് ഇറങ്ങിപ്പോയിക്കോളും. അപ്പോൾ കഫം നല്ലോണം പോകും കേട്ടോ. ശരി ശരി, അത് ചെക്ക് ചെയ്യാൻ പറയാം. അത് നല്ല റിസൾട്ടാണ്. ഓക്കെ, ഇന്ന് ഒരു സമയമായി, 10 മിനിറ്റ് അധികമായി. പക്ഷെ എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ള സെഷൻ ഇതായിരിക്കും നല്ല സെഷൻ തോന്നുന്നു. കാരണം ഒരുപാട് ആൾക്കാർക്ക് എക്സ്പീരിയൻസ് നമ്മൾ ആരും പറയാത്തത് കൊണ്ടാണ്. ഇനി എല്ലാവരും നാളെ നമുക്ക് ഇതുപോലെ തന്നെ സെഷൻ ചെയ്യാം. നാളെ ആരും വേറെ ഇല്ലെങ്കിൽ നമുക്ക് സെഷൻ ചെയ്യാം. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നമ്മൾക്ക് തരിക. കാരണം നമ്മൾക്ക് മറ്റുള്ളവർക്ക് ഇവിടെ വന്നിരിക്കുന്ന മറ്റുള്ളവർക്ക് യൂസ്ഫുൾ ആയി മാറുന്നുണ്ടോ?
ഒത്തിരി ആൾക്കാർ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നുണ്ട്, നല്ല രീതിയിൽ പ്രൊഡക്റ്റ് ആൾക്കാർ വാങ്ങിക്കുന്നുണ്ട്. നേരത്തെ ലീല ചേച്ചി പറഞ്ഞ പോലെ സോപ്പും പേസ്റ്റും നിങ്ങളുടെ വീട്ടിൽ സ്റ്റോക്ക് മാജിക് കോർണറിൽ സോപ്പും പേസ്റ്റും വയ്ക്കൂ. ആൾക്കാർ വന്ന് ചോദിക്കും, ഭയ്യ 100 സോപ്പും 100 പേസ്റ്റൊക്കെ കൊടുക്കേണ്ട ആവശ്യം വരും. അപ്പം അതിലൂടെ തന്നെ നമുക്ക് ഒരുപാട് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ട് എല്ലാവരും സോപ്പും പേസ്റ്റും ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ അയൽവക്കക്കാർക്ക് പരിചയക്കാർക്ക് വാങ്ങിച്ച് ഉപയോഗിക്കാനുള്ള ഒരു അവസരം, അതിന്റെ ക്വാളിറ്റി അവർക്ക് അറിയിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കാൻ നിങ്ങൾ ഒരു ശ്രമിക്കുക. കാരണം 44 രൂപ സോപ്പ് വാങ്ങിക്കാനും 61 പേസ്റ്റ് വാങ്ങിക്കാനും ഇന്ന് ആർക്കും മടിയുണ്ടാവില്ല. അപ്പം നിങ്ങൾ തീർച്ചയായും നിങ്ങൾ ചെയ്യേണ്ടത് ഒരു തൊട്ടടുത്തുള്ള കുറച്ച് വ്യക്തികളെ അവർ മനസ്സിൽ കണ്ട് അവരെ പോയി കണ്ട് ഈ പ്രൊഡക്റ്റ് അവർക്ക് കൊടുത്ത് ഇത് ഒരൊറ്റ പ്രാവശ്യം എനിക്ക് വേണ്ടി ചെന്ന് ഉപയോഗിക്കുന്നു പറയും. എനിക്ക് വേണ്ടിയിട്ട് നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കൂ, എന്നിട്ട് നിങ്ങൾ അഭിപ്രായം പറയും. ഇല്ലെങ്കിൽ ആ പൈസ ഞാൻ തിരിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഇതിന്റെ സോപ്പ് ആൻഡ് പേസ്റ്റിന്റെ കസ്റ്റമർ ആവുന്നുണ്ടാവും. പിന്നീട് നിങ്ങൾക്ക് ഒരു 100-200 ഇവിടെ പ്രൊഡക്റ്റ് വാങ്ങിക്കുന്ന കസ്റ്റമർ ഒരു 10 പേരെ കിട്ടിയാൽ തന്നെ നിങ്ങൾ കൺസിസ്റ്റൻസി സ്ഥിരമായിട്ട് ചെയ്യാൻ പറ്റും. കൺസിസ്റ്റൻസി സ്ഥിരമായിട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിനകത്ത് ഒരു ആക്റ്റീവ് ആയിട്ടുള്ള പൈസ എല്ലാ മാസവും ഒരു ചെറിയ പൈസ ഉണ്ടാക്കാൻ സാധിക്കും. കഴിഞ്ഞ മാസം 7500 വൗച്ചർ വാങ്ങിച്ച ആൾക്കാർ, കസ്റ്റമറുള്ള ആൾക്കാർ, അവർക്ക് അത് കൊടുത്ത പൈസ വാങ്ങിക്കാൻ പറ്റും. അപ്പൊ എല്ലാവരും ആ രീതിയിലൊക്കെ ഇപ്പൊ ഒന്നും ചെയ്യാത്ത ആൾക്കാർ പോലും ഉണ്ടായിരുന്നു. അപ്പൊ അവരെല്ലാം അതിലേക്ക് മാറി വരണം. നമുക്ക് നാളെയും ഇതേപോലെ പ്രൊഡക്റ്റ് എക്സ്പീരിയൻസ് ചെയ്യാം. നിങ്ങൾ കുറച്ച് ആൾക്കാർ റെഡിയായി വന്നാൽ മതി. ഞാൻ നിങ്ങളെ വിളിക്കുന്ന സമയത്ത് നിങ്ങളുടെ അഭിപ്രായം പ്രൊഡക്റ്റ് യൂസ് ചെയ്ത കാര്യമൊക്കെ ഷെയർ ചെയ്യണം. നമുക്ക് ഇന്നത്തെ സെഷൻ തൽക്കാലം വൈൻഡപ്പ് ചെയ്യാം. ഇനി പറയാൻ ബാക്കിയുള്ള ആൾക്കാർ നാളെ റെഡി ആയിക്കോട്ടോ. താങ്ക് യു വെരി മച്ച്. നല്ലൊരു ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസിക്കുന്നു. വിഷ് യു വെൽ. എന്ത് പറയാൻ ഉദ്ദേശിച്ചത്?